ദൈവനാമത്തിൽ മാത്രം ഉണ്ടാകട്ടെ. നമുക്ക് എല്ലാവർക്കും വചന ധ്യാനത്തിനായിട്ട് വരുന്ന മൗനമായിരിക്കാം. ഫോണൊക്കെ ഒന്ന് സൈലന്റ് ആക്കാം, ആക്കിയിട്ടില്ലാത്തവർ. ഒരു നിമിഷം ഒന്ന് എല്ലാവരും ഒന്ന് മൗനമായിട്ടിരുന്ന വിവരങ്ങൾ വചനം കുറെ വിജ്ഞാനം പ്രാപിക്കാനല്ല, വചനം ശ്രവിക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് കടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ എന്താ പഠിച്ചത്? ടു വേസ് ഓഫ് സ്റ്റഡിയിങ് സ്ക്രിപ്ചർ. രണ്ട് രീതിയിൽ നമുക്ക് വചനം പഠിക്കാം. ഒന്ന് പരീക്ഷന്മാരുടെ രീതിയിൽ പഠിക്കാം, രണ്ട് കർത്താവ് പഠിപ്പിച്ച രീതിയിൽ പഠിക്കാം. പരീക്ഷന്മാർ തിരുവെഴുത്തുകളെ ശോധന ചെയ്തു, എല്ലാം പഠിച്ചു പാസ്സായി. പക്ഷെ തിരുവെഴുത്തുകളുടെ ഉദ്ദേശം നിവർത്തിച്ചില്ല. അല്ലെ, തിരുവെഴുത്തുകളുടെ ഉദ്ദേശം എന്തായിരുന്നു? കർത്താവിന്റെ അടുക്കൽ വന്ന് ജീവൻ പ്രാപിക്കുക. അത് ചെയ്യാതെയുള്ള വിജ്ഞാനം പ്രാപിക്കലായിരുന്നു പരീക്ഷന്മാരുടെ വചന പഠന രീതി. ഇന്നും പല വിശ്വാസികൾ വചനം പഠിക്കുന്നത് ആ രീതിയിലാണ്. കുറെ അറിവ് സമ്പാദിച്ച് നിഗളിക്കുമ്പോഴുള്ള കുഴപ്പം, കർത്താവ് നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു. അല്ലെ, കൂടുതൽ ബൈബിൾ പഠിക്കുന്നതോറും കൃപ ലഭിക്കുന്നില്ല. ബൈബിൾ കൂടുതൽ പഠിച്ച് അഹങ്കാരിയായി കർത്താവിന്റെ കൃപ ലഭിക്കാത്തവരാണ്. അത് ഡേഞ്ചറസ് ആണ്. രണ്ടാമത്തേതാണ് കർത്താവ് പഠിപ്പിച്ച രീതിയിൽ പഠിക്കുക. എന്നതാണ് കർത്താവ് പറഞ്ഞു തന്നതുപോലെ തിരുവെഴുത്തുകളുടെ ഉദ്ദേശം മനസ്സിലാക്കി അതിനോട് ചേർന്നുള്ള വചന പഠനം. അപ്പൊ നമ്മള് തിരുവെഴുത്തുകളിൽ നിന്ന് തന്നെ കണ്ടു 4 ഉദ്ദേശത്തിനായിട്ടാണ് തിരുവെഴുത്തുകൾ ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ഒന്നാമത്തേതാണ് യേശുവിന്റെ അടുക്കൽ വന്ന ജീവൻ പ്രാപിക്കുക. രണ്ടാമത് നമ്മള് 2 തിമോത്തി 3:16-17 നിന്ന് കണ്ടു സൽപ്രവൃത്തിക്ക് വക പ്രാപിച്ച് തികഞ്ഞവനാക്കുവാൻ വേണ്ടി, സൽപ്രവൃത്തികളിൽ തികഞ്ഞവനാകുവാൻ വേണ്ടി നമുക്ക് തിരുവെഴുത്തുകൾ തന്നിരിക്കുന്നു. മൂന്നാമതായിട്ട് നമ്മൾ റോമർ 15 കണ്ടു സ്ഥിരതയും ആശ്വാസവും പ്രത്യാശയും നമ്മളിൽ വളരുവാൻ വേണ്ടി നാം തിരുവെഴുത്തുകൾ പഠിക്കണം. അവസാനമായിട്ട് നമ്മൾ 1 കൊരിന്ത്യർ 10 കണ്ടു മരുഭൂമിയിൽ മരിച്ച ജനം, ദൈവത്തിൽ നിന്നുള്ള പ്രീതി ലഭിക്കാതെ മരിച്ച ജനത്തിന് കാരണമായ അവരുടെ ദുരാഗ്രഹം നമ്മളിൽ വരാതിരിക്കാനുള്ള മുന്നറിയിപ്പുകൾ നമ്മൾ ഏറ്റെടുക്കുവാൻ വേണ്ടി, ആ ദുരാഗ്രഹങ്ങളിലൊന്നും നമ്മളിൽ വാഴാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വചനം പഠിക്കണം. അപ്പൊ ആ 4 ഉദ്ദേശങ്ങൾ മനസ്സിൽ വെച്ച് വേണം ഇന്നും നമ്മൾ ഈ പഠിക്കാൻ പോകുന്ന വിഷയം നമ്മൾ ധ്യാനിക്കേണ്ടത്. ഇതൊക്കെ നമ്മൾ നിറവേറപ്പെടുവാൻ വേണ്ടി നമ്മൾ പഠിക്കണം. പിന്നീട് നമ്മൾ കണ്ടു 4 രീതിയിൽ നമുക്ക് വചനം ശ്രവിക്കാൻ കഴിയും. അല്ലെ, വിതയ്ക്കുന്നവന്റെ ഉപമയിൽ നിന്ന് നമ്മൾ കണ്ടു 4 ways of listening. ഒന്നാമത്തേത് ഒരുക്കമില്ലാത്ത ഹൃദയം, അൺപ്രിപ്പയർഡ് ഹാർട്ട്. വഴിയാക്കി വെച്ചിരിക്കുക, വഴി കിളച്ച് നിലമാക്കണം. അതാക്കാത്ത ഹൃദയങ്ങൾ വചനം സ്വീകരിക്കരുത്. അല്ലെ, അൺപ്രിപ്പയർഡ് ഹാർട്ട്. രണ്ടാമത്തേത് കഠിന ഹൃദയം അല്ലെങ്കിൽ കോംപ്രമൈസ് ഹാർട്ട്, വിട്ടുവീഴ്ച നടത്തിയ ഹൃദയം. അതായത് പ്രസംഗ സമയത്ത് വചനമൊക്കെ വളരെ സന്തോഷമായിട്ട് നോട്ടൊക്കെ എഴുതി സ്വീകരിച്ചു, പക്ഷെ അനുസരിക്കേണ്ട പരീക്ഷയുടെ സമയം വന്നപ്പോൾ അനുസരിക്കാതെ തുടർമാനമായിട്ട് അങ്ങനെ പോയി എബ്രായർ 3 കണ്ടതുപോലെ പാപത്തിന്റെ ഉപായത്താൽ ഹൃദയം കഠിനപ്പെടും. അപ്പൊ കോംപ്രമൈസ് ഹാർട്ട് അല്ലെ രണ്ടാമത്തേത്. മൂന്നാമത്തേത് ഡിസ്ട്രാക്റ്റഡ് ഹാർട്ട്. അല്ലെ, വചനം എന്ന വിത്ത് പാകേണ്ടടുത്ത് അവിടെ എന്തോ വളർത്തി വെച്ചിരിക്കുക? ലോകത്തിന്റെ മുള്ളെല്ലാം വളർത്തി. ലോകത്തിലെ സുഖം, ലോകത്തിലെ പ്രയാസം, വയറ്റിപ്പിഴപ്പ്, ഉപജീവനം, സാധാരണ മനുഷ്യർ ജാതികൾ ചിന്തിക്കേണ്ട കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അത് ഡിസ്ട്രാക്ഷനാണ്. അല്ലെ, നമ്മളെ വഴിതെറ്റിച്ച് നമ്മുടെ ഏകാഗ്രത നശിപ്പിച്ചു കളയും. അവസാനത്തേതാണ് നല്ല ഹൃദയം. ആത്മാർത്ഥതയോടെ വചനം ഏറ്റെടുത്ത് ഉൾക്കൊണ്ട് അതിൽ അടിയുറച്ച് നിന്നുകൊണ്ട് ദീർഘക്ഷമയോടെ ഫലം കാണിക്കും. അല്ലെ, 4 രീതിയിൽ നമുക്ക് വചനം ശ്രവിക്കാം. നമ്മുടെ ഹൃദയത്തെ നമ്മൾ ഒഴുക്കണമായിരുന്നു, എന്താണോ ആവശ്യം വെച്ചാൽ. പിന്നെ നമ്മൾ കണ്ടു 2 തിമോത്തി 3:16-17 തന്നെ കണ്ടു തിരുവെഴുത്തുകൾ നമ്മെ ഏത് രീതിയിലാണ് ശുശ്രൂഷിക്കുന്നത്. 4 കാര്യങ്ങൾ പറഞ്ഞു തരും. അല്ലെ, ഉപദേശം, ശാസന, പിന്നെ ഗുണീകരണം,
നീതിയിലെ അഭ്യാസം. ഡോക്ട്രിൻ, റിപ്രൂഫ്, കറക്ഷൻ, ട്രെയിനിങ് ഇൻ റൈച്ചസ്നെസ്. അത് നമുക്ക് വേണമെങ്കിൽ ഒരു 4 ചോദ്യമായിട്ട് കൺസിഡർ ചെയ്യാം. ഏത് വേദഭാഗം വായിച്ചാലും ഈ 4 കാര്യങ്ങൾ പഠിക്കാനായിട്ട് എപ്പോഴും 4 ചോദ്യങ്ങൾ ചോദിക്കാം. ഉപദേശം, എന്താണ് ഞാൻ ഈ വേദഭാഗത്ത് നിന്ന് വിശ്വസിക്കേണ്ടത്? എന്നെ എന്താണ് കർത്താവ് പഠിപ്പിക്കുക? രണ്ടാമത്തേത് ശാസനം, എന്താണ് കർത്താവിന് അപ്രീതി ഉളവാക്കുന്നത്? എന്താണ് ഞാൻ വിട്ടുകളയേണ്ടത്? എന്താണ് ഞാൻ വെറുക്കേണ്ടത്? അല്ലെ? മൂന്നാമതായിട്ടുള്ളത് കറക്ഷൻ, എന്താണ് ശരിയായ വഴി? വാട്ട് പ്ലീസസ് ഗോഡ്. അല്ലെ? നാലാമത്തേത് ട്രെയിനിങ് ഇൻ റൈച്ചസ്നെസ്, ഇത് എങ്ങനെ ചെയ്യേണ്ടത്? അല്ലെ? പലർക്കും അതാണ് അറിഞ്ഞൂടാ. എല്ലാം അറിയാം, പക്ഷെ എങ്ങനെ ചെയ്യണം, ഹൗ, അതറിഞ്ഞൂടാ. അതും പഠിക്കും. അല്ലെ? കറക്ഷൻ, ഷോയിങ് ദ റൈറ്റ് പാത്ത്, എന്താണ് ഞാൻ ചെയ്യേണ്ടത്? അല്ലെ? വാട്ട് ഷുഡ് ഐ ബിലീവ്, വാട്ട് ഷുഡ് ഐ ഹേറ്റ് ഓർ ലീവ്, വാട്ട് ഷുഡ് ഐ എംബ്രേസ്, ഹൗ ഷുഡ് ഐ ഡു ഇറ്റ്. നമ്മള് ടോപ്പിക്കലി ബൈബിൾ പഠിക്കുമ്പോൾ ഇപ്പോൾ ഈ 4 ചോദ്യങ്ങൾ ചോദിക്കുന്നതായിരിക്കും. ഇതാണ് ഡോക്ട്രിൻ, റിപ്രൂഫ്, കറക്ഷൻ, ട്രെയിനിങ് ഇൻ റൈച്ചസ്നെസ്. ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ട കാര്യങ്ങളാണ്. അവസാനം നമ്മൾ തിരിച്ചു വന്ന് യോഹന്നാൻ 5 നിന്ന് പഠിച്ചു. എപ്പോഴും വചനവുമായിട്ട് ഇടപെടുമ്പോൾ 2 പ്രാർത്ഥന പ്രാർത്ഥിക്കണം. ഈ കഴിഞ്ഞ ഒരു മാസം നിങ്ങളൊക്കെ പ്രാർത്ഥിച്ചു. എന്തായിരുന്നു 2 പ്രാർത്ഥന? ഓർമ്മയുള്ളവർ എന്നും പ്രാർത്ഥിച്ചവരൊന്ന് പ്രാർത്ഥിച്ചേ? അതോ നവംബർ 11 കഴിഞ്ഞ് ബൈബിൾ തുറന്നില്ലേ? അപ്പൊ പ്രാർത്ഥിച്ചില്ല അല്ലെ? എന്തായിരുന്നു ആ പ്രാർത്ഥന? 2 കാര്യങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കണം. പരീശന്മാരെ പോലെ ആകാതിരിക്കണമെങ്കിൽ 2 കാര്യം എപ്പോഴും പ്രാർത്ഥിക്കണം. എന്തായിരുന്നു? കർത്താവിലേക്ക് മടങ്ങി വരിക എന്ന് പറഞ്ഞാൽ എന്താണ്? മാനസാന്തരം എന്നിൽ ഉളവാക്കണമേ. അല്ലേ? ഞാൻ മനസ്സു തിരിഞ്ഞ്, അല്ലേ? നമ്മൾ തമിഴിലെ വാക്കെടുത്ത് നോക്കിയല്ലോ, മനം തിരുമ്പൽ. മനസ്സു തിരിഞ്ഞ് കർത്താവിലേക്ക് വരണം. രണ്ടാമത്, കർത്താവിന്റെ അടുക്കൽ വന്നാൽ അവൻ പറയുന്ന അനുസരിക്കാനുള്ള സമർപ്പണം. റിപ്പൻറ്റൻസ് ആൻഡ് സബ്മിഷൻ. എപ്പോഴും വചനവുമായിട്ട് ഇടപെടുമ്പോൾ എപ്പോഴും പ്രാർത്ഥിക്കേണ്ട 2 പ്രാർത്ഥനയാണ്. ഇന്നും നമ്മുടെ പ്രാർത്ഥന അത് തന്നെയാണ്. നമ്മൾ ഇന്ന് വായിച്ച വേദഭാഗത്തിലേക്ക് നമുക്ക് തിരിയാം. എബ്രായർ 6:1 മുതൽ 3 വരെ ഉള്ള. അതുകൊണ്ട് നിർജീവ പ്രവൃത്തികളെ കുറിച്ചുള്ള മാനസാന്തരം, ദൈവത്തിലെ വിശ്വാസം, സ്നാനങ്ങളെ കുറിച്ചുള്ള ഉപദേശം, കൈവയ്പ്, മരിച്ചവരുടെ പുനരുത്ഥാനം, നിത്യശിക്ഷാവിധി എന്നിങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയും ഇടാതെ നാം ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ വചനം വിട്ട് പരിജ്ഞാന പൂർത്തി പ്രാപിക്കാൻ ശ്രമിക്കുക. ദൈവം അനുവദിക്കുന്ന പക്ഷം നാം അത് ചെയ്യും. ദൈവം അനുവദിച്ചാൽ നാം ഇത് ചെയ്യുമെന്ന് ഇവിടെ അല്ലേ? നാം അത് ചെയ്യും. നാം അത് ചെയ്യുമെന്ന് പറഞ്ഞാൽ എന്താ? അത് ഈ അടിസ്ഥാനങ്ങളൊക്കെ വിട്ട് നമുക്ക് ആഴത്തിലേക്ക് ഇറങ്ങാമെന്നാണ് ഇവിടുത്തെ ലേഖനകർത്താവ് പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം അടിസ്ഥാനമാണ്. ഇതൊക്കെ ഇവിടെ പറഞ്ഞിരിക്കുന്ന ആദ്യ പാഠങ്ങളാണ്. ഇതൊക്കെ LKG കാര്യങ്ങളാണ് ആത്മീയ ജീവിതത്തെ സംബന്ധിച്ച്. ഫൗണ്ടേഷണൽ, എലിമെന്ററി പ്രിൻസിപ്പിൾസ് എന്നൊക്കെയാണ് ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത്, അല്ലെ? അപ്പൊ നമ്മള് ഇതുപോലെ തന്നെ ദൈവം അനുവദിച്ചാൽ, എനിക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു ഗൈഡൻസ് അതാണ്. ദൈവം അനുവദിച്ചാൽ നമുക്ക് ഈ ഫൗണ്ടേഷൻസ് ഒക്കെ ഒന്നുകൂടെ ഈ പറഞ്ഞ രീതിയിൽ ധ്യാനിക്കാം. നിങ്ങളെ ആരെയും ഫൗണ്ടേഷൻ ഒന്നും പഠിപ്പിക്കേണ്ട ആവശ്യം, നിങ്ങളൊക്കെ രക്ഷിക്കപ്പെട്ട ഒരുപാട് നാളായവരാണ്, അല്ലെ? എന്നാൽ നമ്മുടെ സഭയിൽ വരുന്ന അവർക്ക് ഫൗണ്ടേഷൻ നിങ്ങളെല്ലാവരും പോയി പഠിപ്പിക്കണം. ഞാൻ നിങ്ങളെ ഫൗണ്ടേഷൻ പഠിപ്പിക്കാമെന്ന് എനിക്കല്ല, പക്ഷെ ഫൗണ്ടേഷൻ റിവ്യൂ ചെയ്യുക. ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കൂടിയ ആ രീതിയിൽ നമുക്കൊന്ന് ധ്യാനിക്കാം, ഒന്ന് തിരിഞ്ഞു നോക്കാം, അല്ലെ? ഇംഗ്ലീഷിൽ വി സേ ബാക്ക് ടു ദ ബേസിക്സ്. അടിസ്ഥാനങ്ങളിലേക്ക് തിരിച്ചു പോകാം നമുക്ക്, അല്ലെ? പലപ്പോഴും ഈ കൺസ്ട്രക്ഷനിലൊക്കെ ഉള്ളവർക്ക് അറിയില്ല, എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ അവര് ഈ ഫൗണ്ടേഷൻ കെട്ടിയത് നേരെയാണോ എന്ന് നോക്കും, അല്ലെ? നമ്മൾ എന്ത് പരിപാടിയിലും ആദ്യം ചെയ്തത് ശരിയാണോ, അതിന്റെ ഫൗണ്ടേഷൻ ശരിയാണോ, അല്ലെ? ഫൗണ്ടേഷനിലെ മിസ്റ്റേക്കാണ് പല വിശ്വാസികളുടെയും ജീവിതത്തിലെ പല സ്പെല്ലിംഗ് മിസ്റ്റേക്കിന്റെയും കാരണം. ഫൗണ്ടേഷൻ, അവർ രക്ഷിക്കപ്പെട്ട ആദ്യ സമയത്ത് അവരുടെ ജീവിതത്തിൽ ഇടേണ്ട ചില കല്ലുകൾ അവർ ഇട്ടില്ല. അത് അവരുടെ കുഴപ്പം മാത്രമല്ല, അവരെ രക്ഷിക്കപ്പെടുത്തിയതിൻ്റെയും കൂടെ കുഴപ്പമാണ്. അവര് വെള്ളം ചേർത്തൊക്കെ കഴിഞ്ഞ ആഴ്ച ഫാസ്റ്റ് പറഞ്ഞു, വെള്ളം ചേർത്ത ഈ സുവിശേഷം കൊടുക്കുക, അല്ലേ? അപ്പൊ ഈ അടിസ്ഥാനം ഇടാത്തത് കൊണ്ട് 3-ാം നില ചരിഞ്ഞിരിക്കുന്നു, അല്ലെ? 3-ാമത്തെ നിലയാണ് ശുശ്രൂഷ, അല്ലെ? 1-ാമത്തെ നില എന്റെ വ്യക്തിപരമായ ജീവിതം, 2-ാമത്തെ നില എന്റെ കുടുംബ ജീവിതം, 3-ാമത്തെ നില എന്റെ ശുശ്രൂഷ. ശുശ്രൂഷയൊക്കെ ചരിഞ്ഞിരിക്കുക, കുടുംബ ജീവിതം ചരിഞ്ഞിരിക്കുക, വ്യക്തി ജീവിതവും ചരിഞ്ഞിരിക്കുക. എന്താ കാരണം? അവിടെ നേരെ കല്ലൊന്നും ഇട്ടിട്ടില്ല, അല്ലെങ്കിൽ ഫൗണ്ടേഷൻ കെട്ടി അടുത്ത ദിവസം 3-ാമത്തെ നില കെട്ടി, അല്ലെ? ഒരുപാട് പേരുണ്ടല്ലോ രക്ഷിക്കപ്പെട്ട് 3-ാം ദിവസം പ്രസംഗിക്കാറ്.
അത് ഈ അടിസ്ഥാനം കെട്ടിയിട്ട് കുറച്ച് ദിവസം അവിടെ ഇടുമല്ലേ, വെള്ളമൊക്കെ ഒഴിച്ച് അതൊന്ന് ഉറയ്ക്കണം. അല്ലാതെ മൂന്നാം നില കെട്ടിയിട്ട് കാര്യമില്ല. അല്ലേ, മൂപ്പന്മാരെ തിരഞ്ഞെടുക്കുന്നതിനെ കുറിച്ച് 1 തിമോത്തി 3 പറഞ്ഞിട്ടുണ്ട്, പുതിയ വിശ്വാസി ആകരുത്. അല്ലെ, ഇന്ന് പക്ഷെ ഒരുപാട് പേരാ രക്ഷിക്കപ്പെട്ട് 3-ാം നാള് പാസ്റ്ററായി. അല്ലേ, അപ്പൊ പക്വത പ്രാപിക്കും. അപ്പോൾ ദൈവം അനുവദിച്ചാൽ, അതായത് ദൈവം അനുവദിക്കട്ടെ, നമുക്ക് ഓരോന്നായിട്ട് ചിന്തിക്കാം. അപ്പോൾ ഇതിലെ ഒന്നാമത്തെ കാര്യം നമുക്ക് ചിന്തിക്കാം. ഇവിടെ 6 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതിനെക്കുറിച്ച് ഇപ്പൊ ചിന്തിക്കുന്നില്ല. പക്ഷെ അതിൽ ഒന്നാമത് പറഞ്ഞിരിക്കുന്ന കാര്യം നിർജീവ പ്രവൃത്തികളെ കുറിച്ചുള്ള മാനസാന്തരം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന എന്താ പറയുക അടിസ്ഥാന ഉപദേശം ഏതാണ്? മാനസാന്തരം. മാനസാന്തരത്തെ കുറിച്ചാണ് നമ്മൾ ധ്യാനിക്കാനായിട്ട് പോകുന്നത്. എന്താണ് മാനസാന്തരം? What is repentance? It's not a rhetorical question, so നിങ്ങളുടെ ഉത്തരം എന്താണ്? What is repentance? തെറ്റേറ്റ് പറയുക, പശ്ചാത്തപിക്കുക. ഓക്കെ, തിരിച്ചറിവ്. ഓക്കെ, ദൈവത്തിലേക്ക് മടങ്ങുക. ഓക്കെ, എല്ലാം നല്ല ഉത്തരങ്ങൾ. ഓക്കെ, ശരിയാണ്. അത് നമുക്കൊന്ന് സിസ്റ്റമാറ്റിക് ആയിട്ട് അത് ചിന്തിക്കാം. ഈ റിപ്പന്റൻസ് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. യവന ഭാഷയിലെ ഒരു വാക്കാണത് മെറ്റനോയ എന്ന് പറയും. ഈ മെറ്റനോയയുടെ അർത്ഥം, ഈ മെറ്റ എന്ന് പറയുന്നത് ഒരു ആഡ്വേർബ് ആണ്. മെറ്റ എന്ന് പറഞ്ഞാൽ പല അർത്ഥമുണ്ട്. ഈ വാക്കിൽ മെറ്റ എന്ന് ഉപയോഗിച്ചിരിക്കുന്നതിന്റെ അർത്ഥം ആഫ്റ്റർ അല്ലെങ്കിൽ ബിഹൈൻഡ്, പിന്നത്തേതിൽ എന്നുള്ളൊരർത്ഥമാണ്. നോയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂസ് മൈൻഡ്, നോയ ചിന്ത, തോട്ട്. ലിറ്ററൽ ട്രാൻസ്ലേഷൻ വുഡ് ബി ആഫ്റ്റർ തോട്ട്, പുനർചിന്തനം. പിന്നത്തേതിൽ ചിന്ത വന്നു. ആദ്യം വിചാരിച്ചതുപോലല്ല ഇപ്പം ചിന്തിക്കുന്നത്, ചിന്തയ്ക്ക് മാറ്റം വന്നു. അതാണ് മലയാളത്തില് മാനസാന്തരം. മനസ്സില് അന്തരം സംഭവിച്ചു, വ്യത്യാസം കടന്നു വന്നു. അല്ലെ, അപ്പൊ ഞാൻ മുമ്പേ ചിന്തിച്ചതിൽ നിന്ന് ഇപ്പോഴെന്റെ ചിന്ത മാറി. അതാണ് ആ വാക്കിന്റെ ഡിക്ഷണറി അർത്ഥം. ഓക്കെ, നമുക്ക് അപ്പോസ്തല പ്രവൃത്തികൾ 26-20 വായിക്കാം. ആരെങ്കിലും ഒക്കെ വചനം വായിച്ച് സഹായിന്. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്ന്, സമയം കുറച്ചേ ഉള്ളൂ. അതുകൊണ്ട് വചനമൊക്കെ ആരെങ്കിലും എടുത്തു വെച്ച് പെട്ടെന്ന് വായിക്കാം. ആദ്യം ദമസ്കോസിലും യെരൂശലേമിലും യഹൂദദേശത്തും ഉള്ളവരോടും പിന്നെ ജാതികളോടും മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് തിരിഞ്ഞ് മാനസാന്തരത്തിന് യോഗ്യമായ പ്രവൃത്തികൾ ചെയ്യണം എന്ന് പ്രസംഗിച്ചു. ഇത് അപ്പോസ്തലൻ അവിടെ താൻ ചങ്ങല കിടക്കുമ്പം വാദിക്കുന്നതാണ് ആ പോർഷൻ, അല്ലെ. അപ്പൊ അവിടെ ജാതിയരോട് എല്ലാരോടും പ്രസംഗിച്ച ഒരേ സുവിശേഷം അല്ലെങ്കിൽ ഒരേ മാനസാന്തരത്തിന് സന്ദേശമാണ്. അവിടെ 3 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അല്ലെ. മാനസാന്തരപ്പെടണം, പിന്നീട് എന്ത് ചെയ്യണം? ദൈവത്തിലേക്ക് തിരിയണം, പിന്നീട് എന്ത് ചെയ്യണം? മാനസാന്തരത്തിനോട് യോജിച്ചു പോകുന്നത് പ്രവൃത്തികൾ. കാരണം 3 കാര്യങ്ങളുണ്ടാവും. മാനസാന്തരപ്പെടണം, പിന്നീട് ദൈവത്തിലേക്ക് തിരിയണം, പിന്നീട് പ്രവൃത്തികളിൽ അത് വെളിപ്പെടുത്തണം. അപ്പൊ മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞപ്പോ എന്തുവാ? ആദ്യം ഈ മനസ്സിൽ ഈ വ്യത്യാസം വരണം, അല്ലെ. 150 ഡിഗ്രി തിരിയണം. മുമ്പേ പോയിക്കൊണ്ടിരുന്ന ഡയറക്ഷനിൽ നിന്ന് തിരിഞ്ഞ് 150 ഡിഗ്രി തിരിഞ്ഞ് ദൈവത്തിലേക്ക് മടങ്ങിച്ചേരണം, അല്ലെ. എന്നിട്ട് അത് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടണം. ഇതെല്ലാം കൂടെ വേണം. മനസ്സിൽ ഒരു എന്താ പറയുക, ചെറിയൊരു തോട്ട് വന്നാൽ മാത്രം പോരാ. ദൈവത്തിലേക്ക് തിരിയണം. അതൊരു മീറ്റിങ്ങിൽ കാണിച്ചു കൂട്ടുന്ന ഇമോഷണൽ അല്ലെങ്കിൽ ഒരു വൈകാരികമായ കാര്യമല്ല, അത് ജീവിതത്തിൽ വെളിപ്പെടണം. അപ്പൊ എന്താ മാനസാന്തരം? ഇറ്റ്സ് എ ചേഞ്ച് ഓഫ് മൈൻഡ് ദാറ്റ് റിസൾട്ട്സ് ഇൻ ചേഞ്ച് ഓഫ് ആക്ഷൻസ്, അല്ലെ, ചേഞ്ച് ഓഫ് ലൈഫ്, അല്ലെ. ഇതെല്ലാം കൂടെ വേണം. ചേഞ്ച് ഓഫ് മൈൻഡ്, മനസ്സിലുണ്ടാകുന്ന മാറ്റം ജീവിതത്തിൽ വെളിപ്പെട്ട് വരണം. അപ്പോഴേ പൂർണ്ണമായിട്ട് അപ്പോസ്തലൻ പഠിപ്പിക്കുന്ന മാനസാന്തരം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുള്ളൂ. അപ്പോൾ ജീവിതത്തിൽ മാറ്റമില്ലെങ്കിൽ മനസ്സിന് മാറ്റം വന്നോ? അല്ലേ? അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് നമ്മുടെ വീണ്ടും ഒരേ ഭാവം ജീവിതത്തിൽ മാറ്റം വന്നില്ല? അപ്പം നമ്മൾ മാനസാന്തരപ്പെട്ടോ? മത്തായി 3:7 വായിച്ചു. മത്തായി 3:7. സ്നാനത്തിനായി പരീക്ഷയിലും സദുക്കയിലും പലർ വരുന്നത് കണ്ടാലേ അവൻ അവരോട് പറഞ്ഞത്, സർപ്പസന്തതികളെ, വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞ് ഓടിപ്പോകുവാൻ നിങ്ങൾക്ക് ഉപദേശിക്കുന്നതാ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കാട്ടി. അപ്പൊ യോഹന്നാൻ അവിടെ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലേ. അപ്പൊ യോഹന്നാൻ സ്നാനം കഴിച്ചുകൊണ്ടിരിക്കുന്നത് ആരാ വരുന്നത്?
പരീശന്മാരും സദ്ദൂക്യരും കടന്നു വരികയാണ് അല്ലെ. ഫാരിസീസ് ആൻഡ് സാഡ്യൂസീസ്. എന്ത് സ്നാനമാണ് യോഹന്നാൻ കഴിപ്പിച്ചുകൊണ്ടിരുന്നത്? വാട്ട് ബാപ്റ്റിസം ഈസ് ജോൺ ഗിവിംഗ്? അതിന്റെ ആ തൊട്ടടുത്ത വാക്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ. ബാപ്റ്റിസം ഓഫ് റിപ്പന്റൻസ്. മാനസാന്തരത്തിന്റെ റിപ്പന്റൻസ് കൊടുക്കുമ്പോൾ ആര് വരുന്നു അല്ലെ? ഫാരിസീസ് ആൻഡ് സാഡ്യൂസീസ്. ഒരു ചടങ്ങ് പോലെ, ഒരു റിച്വൽ പോലെ അങ്ങ് നടത്തിയങ്ങ് പോകാന്ന്. പലരും സ്നാനപ്പെടുന്ന അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല. നെക്സ്റ്റ് എൻഡിൽ തന്നെ പല പിള്ളേരും എന്നോട് വ്യക്തിപരമായി പറഞ്ഞിട്ടുണ്ട്, ചേട്ടാ ഞാൻ വെറുതെ അച്ഛനും അമ്മയും പറഞ്ഞു സ്നാനപ്പെട്ടിട്ടുണ്ടോ, ഭയങ്കര പ്രശ്നം. അത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് തന്നെ എനിക്ക് ഓൾറെഡി അറിയാം. നമ്മുടെ പല പിള്ളേരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, അത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് തന്നെ എനിക്ക് വ്യക്തമാണ്. നിങ്ങളുടെ ഒരു മാനസാന്തരവും വന്നിട്ടില്ല. നിങ്ങളുടെയൊക്കെ ഇൻസ്റ്റാഗ്രാം കാണുമ്പോഴേ എനിക്കറിയാം. സോ അതുകൊണ്ടാണ് അവിടെ യോഹന്നാൻ പറഞ്ഞത്, സർപ്പസന്തതികളെ നിങ്ങൾ ആദ്യമായി മാനസാന്തരപ്പെട്ടിട്ട് വാ. നിങ്ങളുടെ ജീവിതത്തിൽ ഫ്രൂട്ട് ഓഫ് റിപ്പന്റൻസ്, മാനസാന്തരത്തിന്റെ ചേർന്ന് പോകുന്ന ഫലം വേണം. അപ്പൊ അതില്ലെങ്കിൽ എന്തില്ല? മനസ്സ് തിരിഞ്ഞിട്ടില്ല അല്ലെ. അത് ജീവിതത്തിൽ കാണാത്ത മാനസാന്തരം മനസ്സിലുണ്ടെന്ന് ക്ലെയിം ചെയ്യുവാൻ തിരുവെഴുത്തുകൾ നമ്മളെ സമ്മതിക്കുന്നില്ല. ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചാൽ, ഇത് വളരെ കാതലായ ഒരു ഉപദേശമാണ്. നമ്മൾ സഭകളിലൊന്നും അധികം കേൾക്കാറില്ലെങ്കിലും അല്ലെ, ഇത് വളരെ മറന്നു കിടക്കുന്ന ഒരു ഉപദേശമാണ്. അധികം ആരും കേൾക്കാൻ ആഗ്രഹിക്കുന്ന പോലുമില്ല അല്ലെ. എത്ര സ്ഥലത്ത് നമ്മൾ കാണുന്നുണ്ട്, എത്ര യൂട്യൂബ് വീഡിയോയുടെ ടോപ്പിക് ഇതാണ് പ്രസംഗകാരുടെ അല്ലെ. പക്ഷെ ഇത് നമ്മൾ തിരുവെഴുത്തുകളിൽ ശ്രദ്ധിക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് മെസ്സേജസിലൊന്നാണ് അല്ലെ. കർത്താവ് ശുശ്രൂഷ തുടങ്ങിയപ്പോൾ എന്താ പ്രസംഗിച്ചത് അല്ലെ? മത്തായി 4:17, Matthew chapter 4 verse 17. What is the first message of Jesus? ഇംഗ്ലീഷിൽ കൂടെ വായിച്ചു. Jesus began to preach repent. ഇപ്പൊ കർത്താവ് പ്രസംഗിച്ച് തുടങ്ങുന്ന ശുശ്രൂഷയെ കർത്താവിന്റെ അവസാനത്തെ പ്രസംഗം എന്തോ കർത്താവിന്റെ? അതെവിടാ? വെളിപ്പാട് 2:3 അല്ലെ. ഒരുപാട് വാക്യങ്ങളുണ്ട്. വെളിപ്പാടിലേക്ക് നീങ്ങാം. 2:5, 16, 21, 22. ഇവിടെ എല്ലാം സഭകളോട് പറയുന്നത് 2:5 മാത്രം ഒന്ന് വായിക്കാം. വെളിപ്പാട് 2:5. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നുവെന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യം മാനസാന്തരപ്പെട്ടപ്പോൾ ഉളവായ പ്രവൃത്തിയിലേക്ക് തിരിച്ചു പോവുക. ഇതാരോടാ പ്രസംഗിക്കുന്നത്? പാപികളോടാണോ? എഫെസോസിലെ സഭയോടാണ് പ്രസംഗിക്കുന്നത്. വെളിപ്പാട് 2, 3, 7 സഭകൾക്കുള്ള കർത്താവിന്റെ ദൂതാണ്. മുഴുവൻ എന്തോ മെസ്സേജ്? റിപ്പന്റ് ആൻഡ് ഓവർകം. ഈ 2 മെസ്സേജേ ഉള്ളൂ. പല വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും 7 സഭകളോടുമുള്ള കർത്താവിന്റെ മെസ്സേജ് എന്താണ്? രത്ന ചുരുക്കത്തിലെ സമ്മറി, റിപ്പന്റ് ആൻഡ് ഓവർകം സിൻ. ഇത് 2 ഉള്ളൂ. ഇത് 2 നമ്മൾ കേൾക്കാറുണ്ട്. ശ്രദ്ധിച്ചാൽ നിങ്ങൾ, റിപ്പന്റൻസ് ഒരിടത്തും കേൾക്കാനില്ല, ഓവർകമ്മിങ് കേൾക്കാറില്ല. കം കേൾക്കാറുണ്ട്. കം ടു മീറ്റിംഗ്, കം ടു ദ ഫ്രണ്ട്, കം ടു ദി ഓഫർട്രി അല്ലെ. കം ഫോർ ദിസ് മീറ്റിംഗ്, കം ഫോർ ദാറ്റ് ഇവന്റ്. ഓവർകം ഇല്ല. പാപത്തെ അതിജീവിക്കണം, മാനസാന്തരപ്പെടണം. ഇതൊന്നും കേട്ടു അല്ലെ. 2:16 ആകയാൽ മാനസാന്തരപ്പെടുക, അല്ലാതിരുന്നാലും ഞാൻ വേഗത്തിൽ വന്ന് എന്റെ വായിലെ വാളുകൊണ്ട് അവരോട് പോരാടും. അനന്തര ഫലങ്ങളുണ്ട്. അപ്പോൾ കോൺസിക്വൻസസ് ഫോർ നോട്ട് റിപ്പന്റിങ്. ഇത് ഒഴിച്ചുകൂടാവുന്ന ഒന്നാണ്. ഇതിലും കുഴപ്പമൊന്നുമില്ലെന്ന് രക്ഷിക്കപ്പെട്ടല്ലോ, പറ്റത്തില്ല. there are consequences. 3:3 വായിച്ചേ. ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെയെന്ന് ഓർത്ത് അത് കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുക. ഇതെല്ലാം ഈ പഴയതിലേക്ക് പോവാന്നല്ലേ. ഓർക്കുക, തിരിഞ്ഞു നോക്കുക, എവിടെ ആയിരുന്നു, എവിടെ നിന്ന് വീണു അല്ലെ. ഈ എഫെസോസ് പ്രത്യേകിച്ച് നമ്മൾ 2:5 വായിച്ചപ്പോൾ പറഞ്ഞു എവിടെ നിന്ന് വീണിരിക്കുന്നു എന്ന്. നമ്മൾ ആ വാക്യം കേട്ടാൽ എന്തോ വിചാരിക്കും? എന്തോന്നിലോട്ട് വീണെന്ന് നമ്മൾ വിചാരിക്കും. എന്തോ വലിയ കൊടും ഭാവത്തിലേക്ക് അങ്ങാണ്ട് വീണെന്നല്ലേ അല്ലെ. അവിടെ എന്തോ ദ്രവ്യാഗ്രഹമോ അല്ലെങ്കിൽ ദുർനടപ്പോ, എന്തോ അവിടുത്തെ പാപം. എന്താണ് പാപം? എഫെസോസ് സഭയുടെ പാപം എന്താണ്? നീ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞ, അത്രേ ഉള്ളൂ.
ബാക്കി ശുശ്രൂഷയൊക്കെ അടിപൊളിയായിട്ട് പോകുന്നുണ്ട്, പക്ഷെ ഹൃദയത്തിലെ ഭക്തി നഷ്ടപ്പെട്ടു, അത്രേ ഉള്ളൂ. അതാണ് ഇത്ര ഇത് വീണിട്ട് അതാണ്. അത് വലിയ ഭാവമാണ് നമ്മുടെ മനസ്സിൽ. മറ്റതൊക്കെ അതൊക്കെ സിംറ്റംസ് ആണ്. ഇതാണ് രോഗം. ഏത്? ആദ്യ സ്നേഹമല്ല. അതാണ് നമ്മുടെ ഹൃദയത്തിലെ ആദ്യ സ്നേഹമല്ല, അല്ലെ? 3:19 എനിക്ക് പ്രിയമുള്ളവരെ ഒക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. ആകയാൽ നീ ജാഗ്രതയുള്ളവനായിരിക്കുക, മാനസാന്തരപ്പെടുക. ജാഗ്രതയുള്ളവനായിരുന്നു മാനസാന്തരപ്പെടുക, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ബി സെലസ് ആൻഡ് റിപ്പന്റ്. ഉത്സാഹത്തോടെ മാനസാന്തരപ്പെടുക. ബി അർജന്റ്. അല്ലേ? എനിക്ക് പ്രിയമുള്ളവരെ എല്ലാം ഞാൻ ശാസിക്കും. പണ്ട് ആദിമ സഭയിൽ ഒരു സഭാപിതാവുണ്ടായിരുന്നു, പുള്ളി പറഞ്ഞു ഇങ്ങനെയാണ്, ഇംഗ്ലീഷിൽ ആദ്യം പറയാം, the greatest anger of God is that God is not angry with you. മനസ്സിലായോ? ദൈവം നിങ്ങളെ ശാസിക്കുന്നുമില്ല, ദൈവം തന്റെ അപ്രീതി അറിയിക്കുന്നുമില്ല, പാപത്തിൽ പൊക്കോ, അല്ലെ? പക്ഷേൽ അങ്ങനെ ഒരു വാക്യമുണ്ട്, let him go in sin, let him ruin himself in sin. ദൈവത്തിന്റെ അപ്രീതിയും ദൈവത്തിന്റെ കോപവും ഒന്നും ദൈവം അറിയിക്കുന്നില്ല, ഒരു ശാസനയും ദൈവം തരുന്നില്ല, അല്ലേ? നമ്മൾ വഴി കൂടെ പോകുമ്പോൾ ഒരു പയ്യൻ റോഡിൽ കിടന്ന് കളിക്കുന്നു, ഉരുണ്ട് മറിയുന്നു, ചെളിയിൽ പോകുന്നു, നമ്മൾ ആരെങ്കിലും ഇറങ്ങി ശാസിക്കുമോ? ഇല്ല, അതെന്റെ മോനല്ല, മോള് പോലും തിരിച്ചു, അല്ലേ? നമ്മുടെ ആരുമല്ല. അതുപോലെ ദൈവം നമ്മളെ ട്രീറ്റ് ചെയ്ത് എങ്ങനെ ഇരിക്കും? പാവത്തിലൊക്കെ ജീവിച്ചിട്ടും സഭയിൽ വന്നിരിക്കാൻ പറ്റുന്നു, ഭയങ്കരം തന്നെ. ദൈവം എന്നെ ശകാരിക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല, അല്ലേ? We have some young people who think like that. ഒരു പ്രശ്നമില്ല ചേട്ടാ. What does that prove? God doesn't care. എനിക്ക് പ്രിയമുള്ളവരെ ഞാൻ ശാസിക്കും. അപ്പൊ വചനത്തിലൂടെ കുത്തുകൊള്ളുമ്പോൾ നമ്മൾ സന്തോഷം. നമുക്ക് പലപ്പോഴും ഈ ദുഃഖം, പക്ഷെ അതിന്റെ ദുഃഖം ഉണ്ട്, പക്ഷെ അതിന്റെ കൂട്ടത്തിൽ ഒരു സന്തോഷമുണ്ട്. ചോദിക്കാനും പറയാനും ഒരു പിതാവ് സ്വർഗത്തിൽ. ഞാൻ പാവത്തിലൊന്നും പോയി അടങ്ങിയിരിക്കുന്ന ഒരു പിതാവ് അപ്പൊ അടി കിട്ടുന്നുണ്ട്. That's one of the ways God proves his ownership. അല്ലേ? അപ്പോൾ ഉത്സാഹത്തോടെ മാനസാന്തരപ്പെടുന്നു. അപ്പോൾ കർത്താവ് പ്രസംഗിച്ചു തുടങ്ങിയത്, അല്ലെ? റെവലേഷൻ 3 കഴിഞ്ഞാൽ പിന്നെ സഭയെ കുറിച്ച് വലിയ സന്ദേശങ്ങളും ദൂതുകളൊന്നുമില്ല. പിന്നെ എന്റെ ഭാവി കാര്യങ്ങളെ കുറിച്ച് സഭയ്ക്ക് കർത്താവ് കൊടുത്ത അവസാനത്തെ ദൂത് ഇതാണ്, മാനസാന്തരപ്പെടുക. ഉത്സാഹത്തോടെ മാനസാന്തരപ്പെടുക. അതുപോലെ തന്നെ അപ്പോസ്തല പ്രവർത്തികൾ 17:30-31 സകല മനുഷ്യർക്കും ദൈവം കൊടുത്തിരിക്കുന്ന കൽപ്പനയാണ് മാനസാന്തരം. This is the command of God to every human being at this time. 30-31. എന്നാൽ അറിയായ്മയുടെ കാര്യങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് കൽപ്പിക്കുന്നു. ഇംഗ്ലീഷിൽ ഒന്ന് വായിച്ചേ. In the past, God overlooked such ignorance, but now He commands all people everywhere to repent. God is overlooking all that was in the past, but now He commands everyone everywhere to repent. സകല ജനങ്ങളും എവിടെല്ലാം ഉണ്ടോ അവരെല്ലാം എന്ത് ചെയ്യണം? മാനസാന്തരപ്പെടണം. ഇതൊരു കൽപ്പനയാണ്. This is not a suggestion, it's a command of God. 2 പത്രോസ് 3:9, 2 Peter 3:9. 1 minute 31 വായിച്ചോ നേരത്തെ. 17:31 അതുകൂടെ വായിച്ചു. നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിക്കുവാൻ അവൻ ഒരു ദിവസത്തെ നിശ്ചയിച്ചു. അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ എല്ലാവർക്കും അതിന്റെ ഉറപ്പ് നൽകിയിരിക്കുന്നു. ഇപ്പോൾ ദൈവം മാനസാന്തരപ്പെടാൻ കൽപ്പന കൊടുത്തിരിക്കുന്നു. കാരണം എന്താ? There is coming a day when He will judge the earth. But now you have to repent because there is coming a day God will ask judgment. ഇനി 2 പത്രോസ് 3:9. ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. 2 Peter 3:9. English. The Lord is not slow in keeping His promise, as some understand slowness. Instead, He is patient with you, not wanting anyone to perish, but everyone to come to repentance. കണ്ടോ, നേരത്തെ അപ്പോസ്തലൻ പറഞ്ഞു ഇപ്പൊ നിങ്ങൾ എല്ലാവരും മാനസാന്തരപ്പെടണം. there is coming a day He's going to judge. ഒരു ദിവസം വെച്ചിരിക്കുക, ഈ ഭൂമി അവൻ വിധിക്കുന്നു. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നല്ലോ, അവൻ പക്ഷെ ഇങ്ങനെ താമസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം എല്ലാരും രക്ഷയിലേക്ക് വരട്ടെ. പണ്ട് നമ്മുടെ സാംസാൻ പറഞ്ഞൊരു എക്സാമ്പിൾ ഉണ്ട്. ഈ പ്രൈവറ്റ് ബസ് ഡ്രൈവറെ പോലെ, അല്ലെ? ഇപ്പൊ പോകും എന്ന് പറഞ്ഞ് ഇങ്ങനെ വെച്ച് ഒരാളൂടെ കയറട്ടെ, അല്ലേ? ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ കുറച്ചുകൂടെ കയറും,
ബസ് എടുക്കത്തില്ല അല്ലെ. എന്ന് പറഞ്ഞ പോലെ കർത്താവ് ഒരു രീതിയിൽ പറഞ്ഞാൽ തന്റെ മടങ്ങി വരുക പോലും ഇങ്ങനെ താമസമല്ലത് കർത്താവിന്റെ പേഷ്യൻസ്. ഒരാളും കൂടെ മാനസാന്തരപ്പെട്ടാൽ നമ്മളൊക്കെ മാനസാന്തരപ്പെടാനുള്ള കാര്യം കർത്താവ് വരാത്തത് അല്ലേ. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? എന്റെ മാനസാന്തര കുറവ് കൊണ്ടായിരിക്കും, ഞാനും കൂടെ അവിടെ എത്തണമെന്നുള്ള ആഗ്രഹം കൊണ്ടായിരിക്കും കർത്താവ് ഇല്ല സമയമായിട്ടില്ല ഇപ്പൊ ഞാൻ വന്ന ഇവനൊക്കെ അല്ലെ. നിങ്ങൾക്ക് രക്ഷിക്കപ്പെടുന്ന വർഷം ഒന്ന് ആലോചിക്കുക, അതിന്റെ തലേ വർഷം കർത്താവ് വന്നിരുന്നെങ്കിൽ തീർന്നു അല്ലെ. ഞാൻ രക്ഷിക്കപ്പെടുന്നതിന്റെ തലേ ദിവസം കർത്താവ് വന്നു പോയെങ്കിൽ ഇപ്പൊ കർത്താവ് കാത്തോണ്ടല്ലേ 2000 വർഷമായിട്ടും കർത്താവ്. അപ്പോ ഹി ഈസ് സോ ഗ്രേഷ്യസ് അല്ലേ. ഇതൊരു യൂണിവേഴ്സൽ കമാൻഡ് ആണ്. അതുപോലെ നമ്മൾ അപ്പോസ്തലന്മാരുടെ ജീവിതം എടുത്ത് നോക്കിയാലും എടുത്ത് വായിക്കാൻ സമയം നമുക്ക്. അവരും പ്രസംഗിച്ചു തുടങ്ങിയപ്പോ എന്താ പ്രസംഗിച്ചേ? മർക്കോസ് 6:12 അവരെല്ലായിടത്തും പോയി പ്രസംഗിച്ചു, ജനം മാനസാന്തരപ്പെടുന്നു. They went everywhere and preached that people should repent. മർക്കോസ് 6:12. അതുപോലെ അപ്പോസ്തല പ്രവർത്തികൾ 2:38 പെന്തക്കോസ്ത് നാളിൽ സഭയുടെ 1-ാം ദിവസം എന്റെ ഉദ്ഘാടന പ്രസംഗം അല്ലേ എന്തായിരുന്നു? അപ്പോസ്തല പ്രവർത്തികൾ 2:38 എല്ലാവരും മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടുക, എങ്കിൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിന് ദാനം ലഭിക്കും. അപ്പൊ കണ്ടോ, സഭ തുടങ്ങിയ ദിവസവും 1-ാമത്തെ മെസ്സേജ് ഇതാണ്, റിപ്പന്റൻസ് അല്ലേ. അപ്പോസ്തല പ്രവർത്തികൾ 3:19 വായിച്ചേ. ആക്ട്സ് ചാപ്റ്റർ 3:19. ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു വിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവീൻ. എന്നാൽ കർത്താവിന്റെ സമുഖത്തിൽ നിന്ന് ആശ്വാസകാലങ്ങൾ വരികയും അനുഗ്രഹങ്ങൾ ഒരുപാടുണ്ട് അല്ലെ. പാപങ്ങൾ സിൻസ് ടു ബി കവേർഡ്, റിപ്പന്റ് ആൻഡ് ടേൺ ടു ഗോഡ് അല്ലെ. അത് വീണ്ടും പത്രോസ് യഹൂദന്മാരോട് 3-ാമത്തെ അധ്യായത്തിൽ പറയുന്നു. ഈ വാക്യങ്ങളെല്ലാം വായിച്ച എന്തിനാ നമ്മള്? കർത്താവിന്റെ 1-ാമത്തെ പ്രസംഗം, കർത്താവിന്റെ അവസാനത്തെ പ്രസംഗം, അപ്പോസ്തലന്മാരുടെ 1-ാമത്തെ പ്രസംഗം, സഭയുടെ 1-ാം ദിവസത്തെ പ്രസംഗം, സഭ പിന്നീടും പ്രസംഗിച്ചതും എല്ലാം അപ്പോസ്തലനായ പൗലോസ് ആദ്യം പറഞ്ഞു അല്ലേ. 26-ാമത്തെ അധ്യായത്തിൽ നിങ്ങൾ വായിച്ചു. യഹൂദന്മാരാകട്ടെ ജാതികളാകട്ടെ എല്ലാവരോടും ഞാൻ പ്രസംഗിച്ച ഒരേ സന്ദേശം തന്നെയാണ്. ഇത്ര കാതലായ വിഷയമാണിത്. ഇറ്റ്സ് എ ഫൗണ്ടേഷണൽ ഡോക്ട്രിൻ. അപ്പൊ ഒന്ന് ചോദിച്ചു കൊള്ളട്ടെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ മാനസാന്തരം അടിസ്ഥാനമാണോ? ആണോ? കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എബ്രായർ 4 നിന്ന് കണ്ടു. വചനം നമ്മൾ വായിക്കുമ്പോൾ വചനം നമ്മളെ വായിക്കും. ബൈബിൾ റീഡ്സ് us. ഇത്രയും നേരത്തെ ധ്യാനം വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങളുടെ ജീവിതത്തിൽ അടിസ്ഥാനമാണോ? കർത്താവിന് ഏറ്റവും വിലയേറിയ വിഷയമാണിത്, ഏറ്റവും കാതലായ വിഷയമാണ്. അപ്പോസ്തലന്മാർക്കും ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. നിങ്ങൾക്ക് പ്രധാനപ്പെട്ടതാണോ? നിങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിലെ അടിസ്ഥാനമാണോ മാനസാന്തരം? ചിന്തിക്കേണ്ട കാര്യം അല്ലെ. ഫൗണ്ടേഷൻ ഈ അടിസ്ഥാനം ഇട്ടിട്ടുണ്ടോ? ചേഞ്ച്ഡ് മൈൻഡ് ലീഡിങ് ടു ചേഞ്ച്ഡ് ലൈഫ് അല്ലെ. രൂപാന്തരപ്പെട്ട മനസ്സ് രൂപാന്തരപ്പെട്ട ജീവിതത്തിലേക്ക് നയിക്കുന്നു. അത് നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ടോ? മാനസാന്തരം എന്ന അടിസ്ഥാനം ഇട്ടിട്ടുണ്ടോ? അതാണ് വാട്ട് ഈസ് റിപ്പന്റൻസ്. നമുക്ക് രണ്ടാമതായിട്ട് ചിന്തിക്കാം, വാട്ട് ഷുഡ് ഐ റിപ്പന്റ് ഫ്രം അല്ലെ. ശാസന, എന്തിൽ നിന്ന് ഞാൻ റിപ്പന്റ് ചെയ്യണം? വാട്ട് ഷുഡ് ഐ റിപ്പന്റ് ഫ്രം? 3 കാര്യങ്ങളുണ്ട്. ഒന്നാമതായിട്ട് നമുക്ക് എഹെസ്കേലിന്റെ പുസ്തകം 14:6, എസീക്കിയൽ ചാപ്റ്റർ 14:6. ആകയാൽ നീ ഇസ്രായേൽ ജനത്തോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിങ്ങൾ അനുദപിച്ച് നിങ്ങളുടെ വിഗ്രഹങ്ങളെ വിട്ടുതിരിയുവിൻ. നിങ്ങളുടെ സകല മ്ലേച്ഛബിംബങ്ങളിൽ നിന്ന് നിങ്ങളുടെ മുഖം തിരിക്കുവിൻ. ഒന്നാമതായിട്ട് റിപ്പന്റ് ചെയ്യേണ്ടത് we have to repent from idols അല്ലേ. മ്ലേച്ഛബിംബങ്ങൾ, വിഗ്രഹങ്ങളിൽ നിന്ന് നിങ്ങൾ അനുദപിച്ച് തിരിയണം. You have to repent from your idols. 1 തെസ്സലോനിയർ 1:9 വായിച്ചു. ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചുവെന്നും ജീവനുള്ള സത്യദൈവത്തെ സേവിക്കുവാനും അവൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച തന്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിവേകിക്കുന്നവനുമായ യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിക്കുവാനും നിങ്ങൾ വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിലേക്ക് എങ്ങനെ തിരിഞ്ഞു വന്നു എന്നും അവർ തന്നെ പറയുന്നു. വിഗ്രഹങ്ങളെ വിട്ട് ജീവനുള്ള ദൈവത്തിലേക്ക് നിങ്ങൾ എങ്ങനെ തിരിഞ്ഞു?
അവരുടെ മാനസാന്തരത്തെ കുറിച്ച് പൗലോസ് പറയുന്നത്, ഹൗ യു ടേൺ ഫ്രം ഐഡൽസ് ടു സെർവ് ദി ലിവിംഗ് ഗോഡ്. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഐഡൽസ്, വിഗ്രഹങ്ങളിൽ നിന്ന് നമ്മൾ തിരിഞ്ഞോ, മാനസാന്തരപ്പെട്ടോ? എന്താണ് ഒരു ഐഡൽ? ഐഡൽ ഈസ് എനിത്തിങ് ഓർ എനിവൺ that takes the place of God in my life. എൻ്റെ ജീവിതത്തിൽ ഒരു വ്യക്തിയാകട്ടെ, ഒരു വസ്തു ആകട്ടെ, ജീവനുള്ള ദൈവത്തിന്റെ സ്ഥാനം അത് അപഹരിച്ചാൽ അത് വിഗ്രഹമാണ്. അല്ലെ, ഞാൻ പണ്ടിത് പ്രസംഗിച്ചിട്ടുള്ളതാണ്. പുതിയ നിയമത്തിൽ എടുത്തു പറഞ്ഞിരിക്കുന്ന 3 വിഗ്രഹങ്ങളാണ്. എന്താണ്? പണം, മനുഷ്യരിൽ നിന്നുള്ള മാനം, പാപത്തിന്റെ സുഖം. അല്ലെ, സുഖം, മണി, ഓണർ, പ്ലഷർ. അല്ലെ, ലൂക്കോസ് 16:13 വായിച്ചു. 2 യജമാനന്മാരെ സേവിക്കാൻ ഒരു കൃത്യന് കഴിയുകയില്ല. 2 യജമാനന്മാരെ സേവിക്കുവാൻ കഴിയുകയില്ല. ഒരു അടിമയെ സംബന്ധിച്ചാണ്. വേലക്കാർക്ക് പറ്റും, അടിമകൾക്ക് പറ്റത്തില്ല. അവൻ ഒരുവനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും, അല്ലെങ്കിൽ ഒരുത്തനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും. ഇവർക്ക് ദൈവത്തെയും മാമോനെയും സേവിക്കാൻ മാമോൻ, അതായത് പണമാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. മാമോൻ അന്നത്തെ കാലത്ത് പണത്തിന്റെ ഒരു ദൈവമായിരുന്നു. അല്ലേ? അപ്പോ പണത്തെയും ദൈവത്തെയും സേവിക്കുവാൻ കഴിയുകയില്ല. അപ്പൊ അതിൽ നിന്ന് നമ്മൾ മനസ്സ് തിരിഞ്ഞോ? ഈ ലോകം എന്തോ പറയുന്നത്? പണം വേണം, പണം വേണം, പണമില്ലാത്തവൻ പിണം. നമ്മൾ ആ ചിന്താഗതിയിൽ നിന്ന് പൂർണ്ണമായിട്ടും മനസ്സ് തിരിഞ്ഞോ? നമ്മുടെയൊക്കെ ചിന്താഗതിക്ക്, അതായത് നമ്മളത് പറഞ്ഞല്ലോ, മാനസാന്തരം എന്ന് പറഞ്ഞാൽ പുനർചിന്തനം, വീണ്ടുവിചാരം, പിന്നത്തേതിൽ അനുതാപമുണ്ടായി. ആദ്യം ഞാൻ ചിന്തിച്ചത് പണമാണ് ഏറ്റവും വലുത്, ഇപ്പോൾ ഞാൻ പണത്തിൽ നിന്ന് തിരിഞ്ഞെന്ന് പറയാൻ പറ്റുന്നുണ്ടോ? മാനസാന്തരപ്പെട്ടോ ഈ വിഗ്രഹത്തിൽ നിന്ന്? നമ്മുടെയൊക്കെ സാക്ഷ്യം 1 തിമോത്തി 6:10 പറയുന്നത് പോലെ ആയോ? എന്താ 1 തിമോത്തി 6:6 മുതൽ 10? 1 Timothy chapter 6 verses 6 to 10. ഇത് നമ്മുടെ ഹൃദയത്തിന്റെ ഏറ്റുപറച്ചിലായോ എന്നാണ് ചോദിക്കുന്നത്. അത് മനസ്സിൽ വെച്ച് ആ വേദഭാഗം വായിക്കാം. Has it become my confession, my conviction and my confession? 1 Timothy chapter 6 verses 6 to 10. അലംഭാവത്തോട് കൂടിയ ദൈവഭക്തി വലുതായ ആദായമാവുന്നതാണ്. അവന്ന് നിർത്തിക്കുക. ഈ അലംഭാവം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ അല്ലെ എന്തോ അലമ്പ് കാര്യമാണെന്ന് തോന്നുന്നു. അല്ലെ, പ്രത്യേകിച്ച് തിരുവനന്തപുരം അലംഭാവം എന്ന് പറഞ്ഞാൽ അലമ്പ് പൈലെന്നുള്ളൊരു അല്ലെ. ഈ അലംഭാവം എന്താണ്? സംതൃപ്തി, കണ്ടന്റ്മെന്റ്. അല്ലെ, അലംഭാവത്തോടെ സംതൃപ്തിയോടുകൂടെ ദൈവഭക്തി ഉണ്ടെങ്കിൽ വലിയ ആദായമായെന്ന്, നിങ്ങൾ അംബാനി ആയെന്നാ പറഞ്ഞു. അതെ, പൈസ വേണമെന്നല്ല പറഞ്ഞിരിക്കുന്നു. തുറന്നു വായിച്ചാൽ ഇഹലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ഇഹലോകത്തിലേക്ക് നാം ഒന്നും we have brought nothing to this world. ഇവിടെ നിന്ന് യാതൊന്നും കൊണ്ടുപോകാൻ കഴിയുന്നത്, ഇവിടെ നിന്ന് ഒന്നും കൊണ്ടുപോകാൻ കഴിയുകയില്ല. ഉണ്ണുവാനും ഉടുക്കുവാനും ഉണ്ടെങ്കിൽ മതി എന്ന് നാം വിചാരിക്കുക. നമ്മൾ മതി എന്ന് പറയുന്നുണ്ടോ? ഉണ്ണുവാനും ഉടുക്കുവാനും ഉണ്ട്, കർത്താവേ മതി. ഞാൻ ആ മതി പറയുന്നുണ്ടോ? ഉണ്ണാനും ഉടുക്കാനും സാധാരണ എന്താ പറയുന്നത്? ഫുഡ്, ക്ലോത്തിങ് ആൻഡ് ഷെൽട്ടർ. ഈ ഷെൽട്ടർ പോലും ഇല്ല അതിനകത്ത്. എന്റെ ശരീരത്തിന് അത്യാവശ്യമായിട്ട് ആരോഗ്യം തരുന്ന ആഹാരവും അല്ലെ, ആരോഗ്യത്തിനുള്ള ആഹാരവും എന്റെ നഗ്നത മറയ്ക്കാനുള്ള എന്തെങ്കിലും ഒരു തുണി മതി, അല്ലാതെ ബ്രാൻഡഡ് തുണിയൊന്നും വേണമെന്നാണ് അല്ലെ. ഉണ്ണാനും ഉടുപ്പാനും ഉണ്ടേ മതി. ഷെൽട്ടർ പോലും വേണ്ട. മനുഷ്യപുത്രൻ തലചായ്ക്കാൻ ഇടമില്ല. അതാണ് കർത്താവ് പറഞ്ഞത് അല്ലെ. കർത്താവ് എപ്പോഴാ പറഞ്ഞെന്നറിയോ? ഒരാൾ വന്നിട്ട് പറഞ്ഞു ഞാൻ നിന്റെ പിൻഗമിക്കാന്ന് പറഞ്ഞപ്പം, ഐ ഡോണ്ട് ഗ്യാരണ്ടി യു ഈവൻ എ പ്ലേസ് ഓഫ് ലേയിങ് യുവർ ഹെഡ്. അതുപോലും ഞാൻ ഓഫർ ചെയ്യുന്നില്ല. വരുന്ന വന്നോ? ഓഫർ ലെറ്റർ അതില്ല. ഐ ഡോണ്ട് ഹാവ് എ പ്ലേസ് ടു ലേ മൈ ഹെഡ്. ഐ കാൻ ഗ്യാരണ്ടി ഈവൻ എ പ്ലേസ് ടു റെസ്റ്റ്. തയ്യാറാണോ? ഉണ്ണാനും ഉടുപ്പാനും മതിയെങ്കിൽ പോരെ. പൗലോസ് പറഞ്ഞു ഞങ്ങൾ മതി എന്ന് പറയുന്നത്. അത് പൗലോസ്. നമ്മൾ ഈ വേദമൊക്കെ വായിച്ചാൽ കൂടി ഞാനും പറയുകയാണ്. നമ്മൾ പറഞ്ഞോ? നമ്മൾ പറഞ്ഞില്ലേ? നമ്മള് ലോകം പറയുന്നത് വിശ്വസിച്ചുകൊണ്ടിരിക്കുക. പണമൊക്കെ വേണം അല്ലെ. ഉണ്ണാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി. അപ്പൊ നമ്മൾ ചോദിക്കണം, ഞാൻ മതി പറഞ്ഞോ? എനിക്ക് മാനസാന്തരം വന്നോ? കണ്ടിന്യൂ റീഡിങ്. ധനികന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവർ ഇനി പൈസ വേണോന്ന് പറയുന്ന ലോകക്കാരെ പോലെ പോയാൽ പരീക്ഷയിലും കിണിയിലും കൊണ്ടുകയും മനുഷ്യർ സംഹാരനാശങ്ങളിൽ പോകുവാൻ ഇടവരുന്ന മൗഢ്യവും ദോഷങ്ങൾക്കും ഇരയായി തീരുകയും ചെയ്യും. അയ്യോ, പേടിയാവുന്നല്ലേ? എത്ര പേർക്ക് പേടിയാവുന്നത് കേട്ടിട്ട്? ആർക്കും പേടി വരുന്നില്ല ഇന്നത്തെ കാലത്ത്. അതൊക്കെ വചനത്തിൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പൈസ ഇല്ലാതൊക്കെ എങ്ങനെ ജീവിക്കാൻ പറ്റും? ധനികന്മാരാകാൻ ആഗ്രഹിക്കാത്തവരൊക്കെ ഒന്ന് കൈപൊക്കിക്കുക. നമ്മളാരും ഇതൊന്നും വിശ്വസിക്കുന്നില്ല. ധനികന്മാരാകുവാൻ
അതായത് പൈസ വേണം അത്യാവശ്യത്തിന് ഉണ്ണാനും ഉടുപ്പാൻ, അതിനപ്പുറത്തൊന്നും വേണ്ട. ധനികന്മാരായി ആഗ്രഹിക്കുന്നവർക്ക് ആ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാം വളരെ you will fall into snares, you will fall into traps, you will pierce yourself with unnecessary griefs. ഇന്ന് അതിനൊക്കെ നമ്മൾ വേറൊരു പേര് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അതൊരു അക്സെപ്റ്റബിൾ പേരാണ്. എന്താണത്? സ്ട്രെസ്, നോട്ട് ഓഫ് സ്ട്രെസ്. അപ്പൊ ഒരു സിമ്പതി. ഇത് സ്ട്രെസ്സിന്റെ കാരണം എന്താ? ലാക്ക് ഓഫ് കണ്ടെന്റ്മെന്റ്. അപ്പൊ ഇത് നമ്മുടെ കൺഫെഷൻ ആയോ? എന്റെ ഏറ്റുപറച്ചിലായില്ല. തുടർന്ന് വായിച്ചാൽ 10 വരെ വായിക്കാം. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ. ഇത് ചിലർ കാക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുടന്ന് ദുഃഖങ്ങൾക്ക് അതിന് അധീനരായിട്ടുണ്ട്. ഇത്തരം ദുഃഖം വരുമെന്ന് മാത്രമല്ല, വിശ്വാസ ത്യാഗം ചെയ്യുമെന്ന് അല്ലേ? ധനികന് സ്വർഗരാജ്യത്തിൽ കടക്കുവാൻ എളുപ്പമാണ്, ഏറ്റവും പ്രയാസമാണ്. അപ്പോഴാണ് നമ്മൾ പറയുന്നത് കർത്താവ് ഏറ്റവും പ്രയാസമുള്ള എനിക്ക് തന്നെ. ഇന്ന് അത് സുവിശേഷമാണെന്ന് പ്രസംഗിക്കുന്നവരും അല്ലേ? നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്, നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് കാണും? ഭയങ്കര സമ്പത്ത് കാണും. അപ്പൊ അവരെന്തോന്നിലോട്ടാ തള്ളി വിടുന്നത്? നമ്മളെ ഈ പറഞ്ഞ വേദനകളിലോട്ടൊക്കെ അല്ലേ? അപ്പൊ നമ്മൾ ചോദിക്കണം, ഗ്ലൂക്കോസ് 16:13 വായിച്ചപ്പോൾ നമ്മളെ വിചാരിച്ചു നമ്മളെ പാസ്സായെന്ന്. ഇത് വായിച്ചപ്പോൾ മനസ്സിലായി പാസ്സായിട്ടില്ല അല്ലേ? മതിയെന്ന് പറഞ്ഞിട്ടില്ല. എളിമയുള്ള ജീവിതത്തോട് നമുക്ക് വലിയ താല്പര്യമൊന്നുമില്ല അല്ലെ? നിങ്ങളൊക്കെ ഓരോരുത്തർക്ക് ഹൃദയം ശോധന ചെയ്യുക. അപ്പോൾ പണം. രണ്ടാമതായിട്ടുള്ളത് മാനം അല്ലേ? യോഹന്നാൻ 12:42-43 ഓണർ ഫ്രം മെൻ. എന്നിട്ടും പ്രമാണികളിൽ തന്നെയും അനേകർ അവനിൽ വിശ്വസിച്ചു. പള്ളി ഭ്രഷ്ടരാകാതിരിക്കുവാൻ പരീക്ഷന്മാർ നിമിത്തം ഏറ്റു പറഞ്ഞില്ലതാണ്. Because of the fear of Pharisees, some rulers or leaders kept their faith quietly. ആരും അറിയണ്ട അല്ലെ? കാരണം എന്താണ്? അടുത്ത വാക്യം, അവർ ദൈവത്തോടുള്ള മാനത്തെക്കാൾ മനുഷ്യരോടുള്ള മാനത്തെ അധികം സ്നേഹിച്ചു. മനുഷ്യരിൽ നിന്ന് കിട്ടുന്ന മാനമാണ് ദൈവത്തിൽ നിന്ന് കിട്ടുന്ന മാനത്തെക്കാളും നല്ലത്. ഇതിന് നമ്മുടെ നാട്ടിൽ എന്തോ പറയുന്നത്? സാധാരണ വേറൊരു പേരിട്ട് പ്രസ്റ്റീജ് അല്ലെ? രക്ഷിക്കപ്പെട്ട് ഈ മറ്റ് സഭയിലൊക്കെ പോകുന്ന ഒരു തരം താന്ന പരിപാടി അല്ലേ? എങ്ങനെ ആളുടെ മുഖത്തൊക്കെ നോക്കും. നിങ്ങളിപ്പോ പാട്ടും കയ്യടിയൊക്കെ ആയല്ലേ, കോമഡി ആയിരുന്നു അല്ലേ? അപ്പൊ മനുഷ്യരുടെ മുന്നിലുള്ള മാനം അല്ലെ? എത്ര ക്രിസ്ത്യൻ ഇൻ യുവർ സ്കൂൾ, റിയൽ റാഡിക്കൽ ക്രിസ്ത്യൻ അല്ലെ? പ്രശ്നമാണ് ചിലപ്പോ വർക്ക് പ്ലേസ് അല്ലെ? ചിലപ്പോ പ്രശ്നം വരും. അപ്പൊ അത് സീക്രട്ട് ആക്കി വെക്കും. അപ്പൊ നമുക്കൊന്ന് ചോദിക്കാം, നമ്മൾ ഇതിൽ നിന്ന് വിടുതൽ പ്രാപിച്ചു. ഗലാത്യർ 1:10 വായിച്ചേ. എന്റെ ഹൃദയത്തിന്റെ ബോധ്യമാണോ ഈ ഗലാത്യർ 1:10 എഴുതി വെച്ചിരിക്കുന്നത്? Is this the conviction of my heart? Galatians chapter 1:10. ഇപ്പോൾ ഞാൻ മനുഷ്യരെയോ ദൈവത്തെയോ സന്തോഷിപ്പിക്കുന്നു. Am I still trying to please God or man? അല്ല, ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുവാൻ നോക്കുന്നുവോ? ഇന്നും ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിന്റെ ദാസനായിരിക്കുകയില്ല. അപ്പൊ ക്രിസ്തുവിന്റെ ദാസനായി ഇരിക്കണമെങ്കിൽ എനിക്ക് മനുഷ്യരെ പ്രീതിപ്പെടുത്താൻ കഴിയത്തില്ലെന്ന്. It doesn't go hand in hand. നമ്മളിത് വിശ്വസിക്കുന്നുണ്ടോ? അല്ലേ? നമുക്കിത് രണ്ടും കിട്ടിയാൽ കൊള്ളാമെന്ന. 2 വള്ളത്തിൽ കാര്യം വരും അല്ലെ? ഒരു തലയെ ശരീരത്തിനുള്ളൂ. 2 തലയുണ്ടെങ്കിൽ എന്താവും? മോൺസ്റ്റർ അല്ലെ? ഒരു വിരൂപമായി മാറും. മനുഷ്യരെയും പ്രസാദിപ്പിക്കണം, കർത്താവിനെയും പ്രസാദിപ്പിക്കണം, നടക്കത്തില്ല. ലോകവും വേണം, കർത്താവും വേണം, നടക്കത്തില്ല അല്ലേ? അപ്പൊ നമ്മൾ ഈ ലോകത്തിൽ നിന്നുള്ള മനുഷ്യരിൽ നിന്നുള്ള മാനത്തിനും പ്രീതിക്കും ഒക്കെ മരിച്ചോ? അതൊന്നും വേണ്ട, ക്രിസ്തുവിനെ മാത്രം പ്രസാദിപ്പിച്ച് നടന്നോളാം. 1 തെസ്സലോനിയർ 2:4. ഞങ്ങളെ സുവിശേഷം പരിമേൽപ്പിക്കേണ്ടതിന് ഞങ്ങൾ ദൈവത്തിന് കൊള്ളാവുന്നവരായി തെളിഞ്ഞതുപോലെ ഞങ്ങൾ മനുഷ്യരെയല്ല, ഞങ്ങളുടെ ഹൃദയം ശോധന ചെയ്യുന്ന ദൈവത്തെ അത്രേ പ്രസാദിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത്. ഈ ഞങ്ങൾ മാറ്റിയിട്ട് ഞാനെന്നാക്കാൻ പറ്റുമോ? Can we change from the we to I? I am trying to please God who tests my hearts more than pleasing man. പറയാൻ പറ്റുമോ? നമ്മൾ തന്നെ എക്സ്റേ റിപ്പോർട്ട് എടുക്കണം അല്ലേ? ഇതാണ് മനുഷ്യരിൽ നിന്നുള്ള മാനം വേണ്ട എന്ന് വെക്കുകയാണെങ്കിൽ, ഈ വിഗ്രഹത്തെ തല്ലി ഉടക്കുകയാണെന്ന് പറഞ്ഞാൽ ഇതായിരിക്കും. I am now trying to please God who tests my heart. അകത്തെ കാര്യമാണ് ദൈവം നോക്കുന്നത്. You will be more and more concerned about your inner life.
മനുഷ്യനെ പ്രസാദിക്കുന്നതിന് എപ്പോഴും ബാഹ്യമായി നോക്കിക്കൊണ്ടാണ്. ബാഹ്യമായ സൗന്ദര്യം മാത്രമല്ല, ഭക്തിയും ബാഹ്യമായതായിരിക്കും. വെറും പുറമേ ഇതൊക്കെ ഹിപ്പോക്രറ്റ്, അപടഭക്തിക്കാരനായി മാറും. ഇന്നർ ലൈഫ് ഒരു കൂസലും കൊടുക്കുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം യു ആർ പ്ലീസിങ് മാൻ. പ്ലീസിങ് മാൻ. എഫീഷ്യർ 6:6. മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരെ പോലെ ദൃഷ്ടി സേവയാലല്ല, ക്രിസ്തുവിന്റെ ദാസന്മാരെ പോലെ ദൈവേഷ്ടം മനസ്സോടെ ചെയ്തു. ഇത് ആരെ കുറിച്ചാണ് അവിടെ എഴുതിയിരിക്കുന്നത്? To whom did Paul write this? That you should not be man pleasers, but you should be like a born servants of Christ, doing the will of God from your hearts. ഇത് പാസ്റ്റർമാർക്ക് എഴുതിയതാണോ? To whom did he write? അവിടെ തന്നെ ഉണ്ട്. ദാസ്. ഇതാരെ ദാസനാണ്? നമ്മുടെ ദാസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ക്രിസ്തുദാസ്, ദൈവദാസ്. അല്ല, ബോൺ സെർവൻസ് എന്ന ഇംഗ്ലീഷിൽ. ഇന്നത്തെ ഭാഷ പറഞ്ഞ ആരാവും? നിങ്ങളാ, എംപ്ലോയീസ് അല്ലേ? അന്നത്തെ കാലത്ത് സ്ലേവ്സ് ആണ്. ഇന്നത്തെ ഭാഷ പറഞ്ഞ വർക്ക് പ്ലേസിൽ, in your workplace, that's what you should do. Don't be man pleasers. ദൈവത്തെ ഓർത്ത് ഭയന്ന് നിങ്ങളെ ബോസിനെയൊക്കെ റെസ്പെക്ട് ചെയ്ത് ദൈവം ഇത് അവിടെ ചെയ്യണോ. അതായത് ബോസ് കറങ്ങി നിങ്ങളുടെ സ്ക്രീനിന്റെ മുമ്പിൽ വരുമ്പോൾ പ്രോഗ്രാം ചെയ്യുന്നു, ബോസ് മാറി നിൽക്കുമ്പോൾ സിനിമയും കണ്ടുകൊണ്ടിരിക്കുന്നു. എത്ര പേരുണ്ട് അല്ലേ IT-ല് ആളുകളുണ്ട്. ബോസ് വരുമ്പം, മാനേജർ വരുമ്പം ഭയങ്കര കോഡിങ്, അല്ലാത്തപ്പം ഉറക്കം അല്ലേ, വാട്സാപ്പ് ഇവിടെ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ വർക്ക് പ്ലേസിലായിട്ട്, അല്ലാതെ സഭയിലായിട്ട് വർക്ക് പ്ലേസിൽ യു ഷുഡ് ബി പ്ലീസിങ് യുവർ ലോഡ് മോർ ദാൻ യുവർ ബോസ്. അപ്പൊ യു വിൽ റെസ്പെക്ട് യുവർ ബോസ് ഓൾസോ അല്ലേ? കൊളോഷ്യർ 3:22 ഇതേ കാര്യം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. കൊളോഷ്യർ 3:22 ഇന്നത്തെ എംപ്ലോയീസിനുള്ളതാണ്. ഫോർ സ്റ്റുഡൻസ് ഇറ്റ് ഈസ് യുവർ ക്ലാസ് റൂം. ദാസന്മാരെ ജനപ്രകാരമുള്ള യജമാനന്മാരെ സകലത്തിലും അനുസരിക്കുക. സകലത്തിലും അനുസരിക്കുകയും മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരെ ദൃഷ്ടിസേവകളല്ല, കർത്താവിനെ ഭയപ്പെട്ടുകൊണ്ട് ഹൃദയത്തിന്റെ ഏകാഗ്രതയോടെ എത്ര അനുസരിക്കുന്നു. നിങ്ങളുടെ ടീച്ചർമാരെയും നിങ്ങളുടെ മാനേജർമാരെയും നിങ്ങളുടെ ബോസിനെയൊക്കെ എങ്ങനെ അനുസരിക്കണമെന്ന് അവിടെ പറഞ്ഞു. ദൈവ ഭയത്തിൽ അനുസരിക്കണം. മനുഷ്യരെ പ്രസാദിക്കുന്ന ബാഹ്യമായ കപടതയിലല്ല അല്ലേ? അപ്പോ when you become free from pleasing man, you become useful for other men. അല്ലാതെ എല്ലാരെയും ഒരു കൂസലില്ലാതെ എടുത്ത് കളഞ്ഞ് ഒരു ധാർഷ്ട്യമുള്ള ഒരു റിബലാകുന്നല്ല അതിന്റെ അർത്ഥം. സം പീപ്പിൾ ഇന്റർപ്രറ്റ് ഇറ്റ് ലൈക്ക് ദിസ്. I don't care about anybody. അതല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് ഈസ് ദ വേൾഡ്സ് നോൺസെൻസ് അല്ലേ? മനുഷ്യനെ പ്രസാദിപ്പിക്കാതെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നാം തരം നിഷേധിയാകുക എന്നല്ല, എല്ലാവർക്കും പ്രയോജനമുള്ളൊരു ദൈവപുരുഷനായി മാറുന്നു. You will do your work faithfully because you are more concerned to please your heavenly boss than your earthly boss. You will have more integrity. അല്ലേ? അല്ലാതെ ഇത് സഭയല്ല, ഇത് ജോലി സ്ഥലമായി എനിക്ക് തോന്നിയത് ചെയ്യാമെന്നില്ല അല്ലേ? So inner life will become more and more important to you. റോമാലേഖനം 2:29 അവിടെ യഹൂദനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ആ പ്രിൻസിപ്പിൾ ഇസ് ദ സെയിം. റോമർ 2:29. റോമൻസ് 2:29. യഥാർത്ഥ യഹൂദൻ, അതായത് യഥാർത്ഥ ദൈവ മനുഷ്യൻ അകമേ ആയിരിക്കണം. അതാണ് അവിടെ യഹൂദൻ എന്ന് പറഞ്ഞ് ഉദ്ദേശിച്ചിരിക്കുന്നത്. വായിച്ചോട്ടെ. അക്ഷരത്തിലല്ല, ആത്മാവിനുള്ള ഹൃദയ പരിശീലന അവന് മനുഷ്യരല്ല ദൈവത്താൽ തന്നെ പുകഴ്ച ലഭിക്കും. ദൈവത്തിൽ നിന്ന് പുകഴ്ച ലഭിക്കും, ദൈവത്തിൽ നിന്ന് മാനം ലഭിക്കും. എപ്പോൾ? അകമേ, അകത്തെ അല്ലെ? ദൈവം ഹൃദയം നോക്കുന്നു, മനുഷ്യനോ പുറമേയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നു. അപ്പൊ നമ്മുടെ ഹൃദയം നമ്മൾ എങ്ങനെ ഇരിക്കുന്നു? ഇതൊക്കെ എൻ്റെ വിശ്വാസങ്ങളാണോ നമ്മൾ ഈ വായിച്ചത്? ഞാൻ ദൈനംദിന ജീവിതം നയിക്കുന്ന എൻ്റെ മൂല്യങ്ങളാണോ നമ്മൾ ഈ വായിച്ചത്? നമ്മുടേതായില്ലെങ്കിൽ ഇതൊക്കെ നല്ല അച്ചടിച്ചു വെച്ചിരിക്കുന്ന കുറെ വസ്തുക്കൾ. ഇതൊന്നും ജീവിതത്തിൽ ഇല്ലെങ്കിൽ എന്തോ അത് കാണിക്കുന്നത്. I have not repented from the idol of honor. മനുഷ്യനിൽ നിന്നുള്ള മാനം എന്ന് പറയുന്ന ഈ വിഗ്രഹത്തിൽ നിന്ന് ഞാൻ മനസ്സ് തിരിഞ്ഞ് ജീവിതത്തിൽ മാറ്റം വന്നിട്ടില്ല. ഇനി മൂന്നാമത്തേതാണ് പ്ലഷർ അല്ലേ? സുഖം. 2 തിമോത്തി 3:4 ദൈവപ്രിയരാകാതെ ഭോഗപ്രിയരായി. അന്ത്യകാലത്തെ കുറിച്ചൊരു വിശദീകരണമാണ് അല്ലേ? ലവേഴ്സ് ഓഫ് പ്ലഷർ മോർ ദാൻ ലവേഴ്സ് ഓഫ് ഗോഡ്. അപ്പൊ ദൈവത്തിന്റെ സ്ഥാനത്ത് എന്തായി?
pleasure, ഭോഗം, സുഖം എന്നുള്ള അർത്ഥമാണ്. What does it mean to love pleasure? What does it mean to love pleasure? എന്താണ് സുഖം സ്നേഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പ്ലഷറാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്? ഫെബ്രുവരി 11:25. പാപത്തിന്റെ തൽക്കാല ഭോഗത്തേക്കാൾ പാപത്തിന്റെ തൽക്കാല ഭോഗം, ദി ഫ്ലീറ്റിംഗ് പ്ലഷേഴ്സ് ഓഫ് സിൻ, അല്ലെ, അധികം നാള് നീണ്ടു നിൽക്കാത്ത ഷോർട്ട് ടേം പ്ലഷർ ഓഫ് സിന്നിനെ കുറിച്ചാണ്. ഫിലിപ്പിയർ 3 എടുത്തേ. ഫിലിപ്പിയർ 3:19 വായിച്ചേ. അവരുടെ അവസാനം നാശം, അവരുടെ ദൈവം വയറ്. അവരുടെ ദൈവം വയറ്. ആരുടെ ദൈവമായി? തൊട്ട് മുമ്പത്തെ വാക്യം വായിച്ചേ, 18. ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞത് പലപ്പോഴും അപ്പോസ്തലൻ പറഞ്ഞൊരു കാര്യമാണ്, വീണ്ടും വീണ്ടും പറഞ്ഞൊരു കാര്യമാണ്. അനേകർ ക്രിസ്തുവിന്റെ ക്രൂശിന് ശത്രുക്കളായി നടക്കുന്നു. അനേകർ, മെജോറിറ്റി ഓഫ് പീപ്പിൾ ആർ ലിവിംഗ് ആസ് എനിമീസ് ഓഫ് ദ ക്രോസ് ഓഫ് ക്രൈസ്റ്റ്. അവിടെ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. എനിമീസ് ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിന്റെ ശത്രുക്കൾ എന്നല്ല, ക്രിസ്തുവിന്റെ ക്രൂശിന്റെ ശത്രുക്കളെ പോലെ ജീവിതം നയിക്കുന്നു. അവരുടെ ദൈവം ആരാണ്? അവരുടെ അവസാനം നാശം, അവരുടെ ദൈവം വയറ്. അവരുടെ ദൈവം വയറെന്ന് പറഞ്ഞ എന്ത് വേണം? അവർ രാവിലെ എഴുന്നേറ്റ് അവരുടെ കൊളവർ നോക്കി പ്രാർത്ഥിക്കുമോ? അതെ, വർഷിപ്പിംഗ് their bellies. What does that mean? ഇംഗ്ലീഷിൽ എങ്ങനെയാണ്? Their God is their stomach. Any other translation? Their God is. There's one translation which says their God is their appetite. അവരുടെ ആഗ്രഹങ്ങളാണ് അവരുടെ ദൈവം, അല്ലെ? സുഖലോലുതകൾ എന്താ പറയാ, സ്നേഹിക്കുന്ന ഒരു വ്യക്തി എന്താണ്? എന്റെ എല്ലാ ആഗ്രഹവും നടക്കണം, അല്ലെ? ഞാൻ വിചാരിക്കുന്നതൊക്കെ അപ്പം നടക്കണം. ഒരു സുഖത്തിൽ നിന്ന് അടുത്ത സുഖത്തിലേക്ക്, ഫ്രം വൺ കംഫർട്ട് ടു അനദർ കംഫർട്ട്. ഹീഡനിസ്റ്റിക് ലൈഫ് എന്ന് ഇംഗ്ലീഷിൽ പറയും, അല്ലെ? സുഖമില്ലെങ്കിൽ ഒന്നും വേണ്ട. ബൈബിൾ സ്റ്റഡി സുഖമില്ല, വേണ്ട, അല്ലെ? സുഖമില്ല, ഈ ക്ലാസ് ഇപ്പൊ വേണ്ട, ഇപ്പൊ ഒപ്പം വരും, അല്ലെ? ഇന്നത്തെ പിള്ളേരൊക്കെ ഫേസിങ് ഓൾ ദിസ് പ്രോബ്ലം. കാരണം അവർ സുഖത്തിൽ നിന്ന് സുഖത്തിലോട്ടാണ് ജീവിച്ചു പോയത്, അല്ലെ? പണ്ടുള്ള നമ്മൾ അപ്പച്ചന്മാരൊക്കെ ഫ്രം ഗ്ലോറി ടു ഗ്ലോറി, ഫ്രം ഫെയ്ത്ത് ടു ഫെയ്ത്ത്, ഇന്ന് ഫ്രം പ്ലഷർ ടു പ്ലഷർ, അല്ലെ? സുഖം, നമുക്കെല്ലാം സുഖം കൂടിയിരിക്കുക, അല്ലെ? നമുക്ക് കറണ്ട് വേണം, അല്ലെ? ഒരുപാട് സുഖലോലുതകളുണ്ട് നമുക്ക് ജീവിക്കണം. അപ്പൊ അവരുടെ ദൈവം അവരെ ഭരിക്കുന്ന വിഗ്രഹം അവരുടെ അപ്പിറ്റൈറ്റ്സ് ആണ്. അങ്ങനെ ജീവിക്കുന്നവൻ എന്താകും? ക്രിസ്തുവിന്റെ ക്രൂശിന് ശത്രുവായിട്ടാണ് ജീവിക്കുന്നതെന്ന്. അപ്പൊ ക്രൂശ് എടുത്ത് ജീവിക്കുന്നവൻ അവന്റെ അപ്പിറ്റൈറ്റ് ഒക്കെ വേണ്ടെന്ന് നോക്കും ഇടയ്ക്കിടയ്ക്ക്, അല്ലെ? എപ്പോഴും വേണമെന്നൊന്നും പറയാറില്ല, വാശിയില്ല, വിവാശിയില്ല. അപ്പൊ ഇതൊക്കെ നമ്മളെ കുറിച്ചാണോ ഞാൻ ഈ വിവരിക്കുന്നത്? ഇല്ലെങ്കിൽ ഇതൊന്നും നമ്മുടെ സ്വന്തമായില്ല, അല്ലേ? Has this become our confession? സങ്കീർത്തനം 16:11 എല്ലാവരും വായിച്ച്, ഇത് എന്റെ വാക്കുകളാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് പ്രാഗൽഭ്യത്തോടെ പറയാൻ പറ്റുമോ? സുഖലോലുപതയൊക്കെ അന്വേഷിച്ചടക്കുന്ന ഈ ലോകത്തിൽ എന്റെ സാക്ഷ്യം താണ്ടി ഇതാണ്. ഈ 16:11 ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും. ഓയ്യോ, സന്തോഷം ഉണ്ടെന്നല്ല, സന്തോഷ പരിപൂർണത കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേറെ സന്തോഷത്തിന് പറയാൻ എന്താ ഈ പ്രമോദങ്ങൾ? പ്ലഷേഴ്സ്. In your presence is fullness of joy and pleasures forevermore. Fullness forevermore. പൂർണ്ണതയും നിത്യമായ പ്രമോദങ്ങളും, അല്ലെ? ക്വാണ്ടിറ്റി ഉണ്ട്, ക്വാളിറ്റി ഉണ്ടാവും, അല്ലെ? ദൈർഘ്യം, നിരന്തരമായിട്ട് അവിടെ പ്രമോദങ്ങളുണ്ട്. ക്വാളിറ്റി നോക്കിക്കഴിഞ്ഞാൽ പരിപൂർണമായ സന്തോഷം. ഇത് നമ്മുടെ സാക്ഷ്യമാണോ? ഇത് ആരുടെ സാക്ഷിയാണ്? സങ്കീർത്തനം 16 ദാവീദിന്റെ സങ്കീർത്തനമാണെങ്കിൽ ഇത് ആരാ പാടുന്നതെന്നറിയോ? കർത്താവ് യേശുക്രിസ്തുവിന്റെ സങ്കീർത്തനമാണ്. അത് അപ്പോസ്തല പ്രവർത്തികൾ 2-ാം അധ്യായം എടുത്ത് വായിച്ചാൽ മതി. ഇതാണ് പെന്തക്കോസ്ത് നാളില് അപ്പോസ്തലൻ പ്രസംഗിച്ച പ്രസംഗം. യു വിൽ നോട്ട് ലീവ് യുവർ അനോയിന്റഡ് വൺ ഇൻ ദ ഗ്രേവ്. എന്നിട്ട് പറയും ദാവീദിന്റെ ഗ്രേവ് ഒക്കെ അവിടെ കിടപ്പുണ്ട്, ഇത് അവനെ കുറിച്ചല്ല എഴുതിയിരിക്കുന്നത്, ക്രിസ്തുവിനെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. ക്രിസ്തുവിന്റെ പാട്ടാണ്. ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിന് മുന്നേ അവൻ പുനരുദ്ധാനത്തിലുള്ള പ്രത്യാശ പ്രകടിപ്പിച്ചുകൊണ്ട് ഉള്ളിൽ പാടിയ പാട്ടാണ്. ക്രിസ്തുവിന്റെ കൺഫെഷൻ ആണിത്. എന്ത്? എനിക്ക് നിന്റെ സന്നിധി മതി, പിതാവിന്റെ സന്നിധിയിൽ എനിക്ക് പരിപൂർണ സന്തോഷമുണ്ട്, നിത്യമായ പ്രമോദങ്ങളുമുണ്ട്.
നമ്മുടെ ഏറ്റുപറച്ചിൽ ഇതാണ്, അത്രയും പോലെ കർത്താവ് ഒരു അരമണിക്കൂർ TV ഒക്കെ വേണം. ബോറടിക്കുന്നു എന്ന് നിങ്ങൾ എത്ര പ്രാവശ്യം പറയാറുണ്ട് ജീവിതത്തിൽ? കഴിഞ്ഞ ഒരു ദിവസം എത്ര പ്രാവശ്യം പറഞ്ഞു ബോറടിക്കുന്നു? നമ്മുടെ ചെറുപ്പക്കാർ സ്ഥിരം പറയുന്നത് ബോറടിക്കുന്നു. എന്താ ഈ ബോറടിയുടെ, നമ്മൾ സീരിയസ് ആയിട്ട് ചിന്തിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ബോറടിക്കുന്നത്? മനസ്സ് ബോറടിക്കുന്നതിന് കാരണം എന്താ? ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടു എന്നതിന്റെ അർത്ഥം. ദൈവ സാന്നിധ്യം ഈ സ്ഥലത്ത് ബോറടിക്കൂ. നിന്റെ സന്നിധിയിൽ പരിപൂർണ സന്തോഷമുണ്ട്, നിത്യമായ പ്രമോദം, അവിടെ ബോറടിക്കുവോ? ഇല്ല. അപ്പൊ അതിന്റെ അർത്ഥം ബോറടി എന്ന് പറഞ്ഞപ്പോഴേ മനസ്സിലാകണം ദൈവമായിട്ടുള്ള കോണ്ടാക്ട് ഒക്കെ പോയിട്ട് മണിക്കൂറുകളായി അല്ലേ? ദൈവ സാന്നിധ്യം വിട്ടുപോയെന്ന് അതിന്റെ അർത്ഥം. ബോറടിക്കുന്നു, ഉള്ളിലെ ശൂന്യത അറിഞ്ഞു തുടങ്ങി, അതാണ് ബോറടി. മനുഷ്യന്റെ ശൂന്യത അറിഞ്ഞു തുടങ്ങി, ഹൃദയത്തിലെ എന്താ പറയാ വാക്യൂം അറിഞ്ഞു തുടങ്ങി. എന്തെങ്കിലും കൊണ്ട് ഫില്ല് ചെയ്യണം, കുറച്ച് ചപ്പ് ചവറെല്ലാം എടുത്ത് ഫില്ല് ചെയ്യും അല്ലെ? ഇപ്പൊ നമ്മുടെ പിള്ളേരൊക്കെ വിശക്കുമ്പോൾ ജങ്ക് ഫുഡ് എടുത്ത് ഫില്ല് ചെയ്ത് എന്ത് പറ്റും? ആരോഗ്യമൊക്കെ നഷ്ടപ്പെടും അല്ലെ? ഒബീസിറ്റി വരും. അതുപോലെ ശൂന്യതയ്ക്ക് എന്തെങ്കിലും കണ്ണി കാണുന്ന ലോകത്തിലെ ചപ്പ് ചവറൊക്കെ എടുത്ത് ഫില്ല് ചെയ്താൽ എന്ത് പറ്റും? ഗുണമില്ല. അപ്പൊ ഇത് നമ്മുടെ സാക്ഷ്യമാണോ? നമുക്ക് ഇങ്ങനെ ഒരു മനസ്സ് തിരിഞ്ഞു വന്നിട്ടുണ്ടോ? ഹാസ് അവർ മൈൻഡ് ചേഞ്ച്? നമുക്ക് പുനർചിന്തനം വന്നിട്ടുണ്ടോ? എന്താണ് എൻ്റെ ആത്യന്തികമായ സന്തോഷം? എവിടാണ് എൻ്റെ പ്രമോദം? വാട്ട് ഈസ് മൈ ഹാപ്പിനെസ്? വേർ ഡു ഐ ഫൈൻഡ് പ്ലഷർ? ഈ വിഗ്രഹത്തെ തല്ലി ഉടച്ചിട്ടുണ്ടോ? പണ്ടൊക്കെ വിശ്വാസികൾ പറഞ്ഞാൽ TV പോയിട്ട് റേഡിയോയിൽ ഒരു പാട്ട് പോലും കേൾക്കത്തില്ല എന്നൊക്കെ ഞാൻ കേട്ടിട്ടുള്ളൂ. അതുകൊണ്ടോ ഞാൻ പണ്ട് ഞാനൊന്നും അന്ന് വിശ്വാസികളൊന്നും ആയിട്ടില്ല. പക്ഷെ അന്നത്തെ അപ്പച്ചന്മാരുടെ കാര്യം പറഞ്ഞു, റേഡിയോയിൽ ഒരു പാട്ട് പോലും കേൾക്കത്തില്ല. നമ്മൾ പറയും ലീഗലിസം. ലീഗലിസം അല്ല, അവർക്ക് സന്തോഷം കിട്ടി, പരിപൂർണ്ണ സന്തോഷം കിട്ടിയാൽ റേഡിയോയിൽ പാട്ട് പോലും ചിലപ്പം കേൾക്കത്തില്ലായിരിക്കും അല്ലേ? അല്ലാതെ അതൊരു നിയമമല്ല. Thou shall not listen to radio. ഇതല്ല, ഇതൊന്നും അടിച്ചേൽപ്പിക്കപ്പെടേണ്ട നിയമമല്ല. ഉള്ളിൽ നിന്ന് തോന്നണം എനിക്ക് പരിപൂർണ്ണ സന്തോഷം കിട്ടി. എന്തോന്ന് TV, എന്തോന്ന് സിനിമ, എന്തോന്ന് ലോകത്തിലെ അങ്ങനെ പറയണം. അതാണ് പുനർചിന്തനം സംഭവിച്ചു എന്നുള്ളത്. സങ്കീർത്തനം 21:6 വായിക്കാം. നീ അവനെ എന്നേക്കും അനുഗ്രഹ സമൃദ്ധിയിലാക്കുന്നു, നിന്റെ സന്നിധിയെ സന്തോഷം കൊണ്ട് അവനെ ആനന്ദിപ്പിക്കുന്നു. സന്നിധിയിലാണ് സന്തോഷം. നമുക്ക് സന്നിധിയിൽ സന്തോഷമുണ്ടോ? Do we find our joy in God's presence? ഇതാണ് what we should repent from എന്നുള്ളതിന്റെ ഒന്നാമത്തെ പോയിന്റ്. Repent from our idols. വിഗ്രഹങ്ങൾ, നമ്മൾ ആശ്രയിക്കുന്ന വിഗ്രഹങ്ങളെ നമ്മൾ തല്ലി ഉടച്ച് അതിന്റെ സ്ഥാനത്ത് കർത്താവിനെ കാണാൻ പഠിക്കണം. അല്ലെങ്കിൽ നമ്മൾ റിപ്പന്റ് ചെയ്തിട്ടില്ല. 180 തിരിയണം. Secondly, what we should repent from? We should repent from our sins. എഹെസ്കേലിന്റെ പുസ്തകം 18:30. ആദ്യം കണ്ടു വിഗ്രഹങ്ങളിൽ നിന്ന് നിങ്ങൾ അനുദപിക്കുക. ഇനി രണ്ടാമത്തേത് എഹെസ്കേൽ 18:30. അതുകൊണ്ട് ഇസ്രായേൽ, ഞാൻ നിങ്ങളിൽ ഓരോരുത്തരും അവനവന്റെ വഴിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്ന യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്, അകൃത്യം നിങ്ങൾക്ക് നാശകരമായി ഭവിക്കാതിരിക്കേണ്ടതിന് നിങ്ങൾ മനം തിരിഞ്ഞ് നിങ്ങളുടെ അതിക്രമങ്ങളൊക്കെയും വിട്ടുതിരിയും. അകൃത്യങ്ങൾ വിട്ടുപിരിവീൻ. അകൃത്യങ്ങൾ എന്ന് പറഞ്ഞാൽ പാപം തന്നെയാണ്, പക്ഷേ ലംഘനങ്ങളാണ്. ഇറ്റ്സ് പോസിറ്റീവ് വയലേഷൻ ഓഫ് ദ ലോ ഓഫ് ഗോഡ്. നമ്മൾ ദൈവത്തിന്റെ നിയമം തെറ്റിച്ച, ചട്ടങ്ങൾ തെറ്റിച്ച പാപങ്ങളെയാണ് അകൃത്യങ്ങൾ എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട് അല്ലേ? അതായത് ചെയ്യാൻ പറഞ്ഞത് ചെയ്തുമില്ല, ചെയ്യേണ്ടെന്ന് പറഞ്ഞത് കയറി ചെയ്യുകയും ചെയ്യും. അങ്ങനത്തെ പാപങ്ങൾ, ചെയ്ത പാപങ്ങൾ, അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? മാനസാന്തരപ്പെടണം. ഒരു വാക്യം കൂടെ വായിക്കാം. 2 കൊരിന്ത്യർ 12:21. മാനസാന്തരപ്പെടേണ്ട പാപങ്ങൾ ഏതൊക്കെയാണ്? അല്ലെങ്കിൽ അകൃത്യങ്ങൾ. 2 കൊരിന്ത്യർ 12:21. ഞാൻ വീണ്ടും വരുമ്പോൾ എന്റെ ദൈവം എന്നെ നിങ്ങളുടെ ഇടയിൽ താഴ്ത്തുവാനും. എന്നെ നിങ്ങളുടെ ഇടയിൽ താഴ്ത്തും. അതായത് അപ്പോസ്തലൻ കൊരിന്ത്യ സഭ വരുമ്പോൾ താഴേണ്ടി വരും, അതായത് നാണം കെടേണ്ടി വരും നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ. കാരണം എന്താ? പാപം ചെയ്തിട്ട്, മുന്നമേ പാപം ചെയ്തിട്ട് നമ്മൾ പ്രവർത്തിച്ച അശുദ്ധി എടുത്തോ, ദുർനടപ്പ്, ദുഷ്കാമം എന്നിവയെ കുറിച്ച് മാനസാന്തരപ്പെടാത്ത പലരെയും ചൊല്ലി ഖേദിക്കേണ്ടി. There will be many over whom I have to grieve because you have not repented of your impurity, immorality, sensuality. അശുദ്ധി, ദുർനടപ്പ്, ദുഷ്കാമം. ഇതൊക്കെ ഈ 3 കാര്യങ്ങൾ. ഇംപ്യൂരിറ്റി, അശുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശുദ്ധിക്ക് എതിരായിട്ടുള്ള എന്തും ആവാം.
അതൊരു ചിന്തയാകാം, ഒരു മനോഭാവമാകാം, ഒരു പ്രവൃത്തിയാകാം. എല്ലാത്തിനും കൊണ്ടുള്ള ഒരു കാറ്റഗറിയാണ് അശുദ്ധി. വിശുദ്ധിക്ക് വിപരീതമായുള്ള എന്തിനേയും അശുദ്ധി എന്ന് വിളിക്കാം. എനിത്തിങ് കോൺട്രറി ടു ഹോളിനെസ്, could be a thought, an attitude, action, word, anything. അത് കഴിഞ്ഞ് സ്പെസിഫിക്കലി പറഞ്ഞിരിക്കുകയാണ് ഇമ്മൊറാലിറ്റി ഓർ ദുർനടപ്പ്, അല്ലെ? ഇമ്മൊറാലിറ്റി എന്നുള്ള വാക്ക് അവിടെയാണ് പൊർനേയ, അതിനകത്ത് പോണം എന്നുള്ള വാക്കാണ് കിട്ടുന്നത്, അല്ലെ? എന്താണ് അത്? ലൈംഗിക ഭാവമാണ് അവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്, അല്ലെ? ഈ ദുർനടപ്പല്ലാതെ വേറൊരു വാക്കുണ്ടല്ലോ, വ്യഭിചാരം. വ്യഭിചാരം എന്ന് പറഞ്ഞാൽ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ വേണ്ടാത്ത ഭാവത്തിൽ പോകുന്നതിനാണ്. പക്ഷേ ഈ ദുർനടപ്പെന്ന് പറയുമ്പോൾ എല്ലാ ഭാവവും, എല്ലാ ലൈംഗിക ഭാവങ്ങളും അതിനകത്ത് വരും. ഫോണിക്കേഷൻ ഇംഗ്ലീഷിൽ പറയും, അല്ലെ? ടു ബി പ്രീ മാരിറ്റൽ, പോസ്റ്റ് മാരിറ്റൽ, വാട്ട് എവർ മാരിറ്റൽ, അതൊന്നും അവിടെ വിഷയമല്ല. എനി കൈൻഡ് ഓഫ് സെക്ഷൽ പെർവേർഷൻ, ലൈംഗിക പാപങ്ങൾ അതിനകത്ത് വരും. അത് കഴിഞ്ഞ് മൂന്നാമത്തെ കടുപ്പിച്ചൊരു വാക്കാണ് ദുഷ്കാമം, സെൻഷ്വാലിറ്റി. അതിന്റെ മൂലഭാഷയിലെ വാക്കിന്റെ അർത്ഥം ലൈസൻസ് എടുക്കുക എന്നുള്ളതാണ്. ലൈസൻഷ്യസ്നെസ്, വാണ്ടൻനെസ് എന്നൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും. ബെല്ലും ബ്രേക്കും ഇല്ല നമ്മൾ മലയാളത്തിൽ പറയും. അതായത് ഇതിനു മുമ്പ് പറഞ്ഞതൊക്കെ ചില പ്രവൃത്തികൾ മാത്രമായിരുന്നു, അശുദ്ധി, ദുർനടപ്പ്. ഇതിപ്പം ജീവിത ശൈലിയായിട്ട് മാറിയിരിക്കുകയാണ്. യു ലിവ് ഫോർ യുവർ സെൻസസ്. അതാണ് സെൻഷ്വാലിറ്റിയുടെ ഡിക്ഷണറി അർത്ഥം, അല്ലേ? യുവർ സെൻസസ് റൂൾ യുവർ ലൈഫ്. കണ്ണിന് കാണുന്നതും ചെവിക്ക് കേൾക്കുന്നതും വായിന് മധുരമുള്ളതും, അല്ലെ? സ്ഥലമോനെ പോലെ എനിക്ക് ഇഷ്ടമുള്ള ഒന്നിനോട് ഞാൻ നോ പറയാതെ ജീവിക്കുക. എനിക്കിപ്പോൾ അത് കാണണമെന്ന് തോന്നി, എനിക്കിപ്പോൾ ഇത് ചെയ്യണമെന്ന് തോന്നി, എനിക്കിപ്പോൾ അവിടെ പോകണമെന്ന് തോന്നി, അതെല്ലാം ചെയ്യണം. എല്ലാം പാപമാണ്. അതിന് ദുഷ്കാമം എന്നാണ് മലയാളത്തിൽ പറഞ്ഞത്, അല്ലേ? അപ്പൊ ഈ മൂന്ന് കാര്യങ്ങള് മാനസാന്തരപ്പെടണം. അതില്ലെങ്കിൽ അപ്പോസ്തലൻ പറയാൻ ഞാൻ നാളെ കേട്ടു. ഇവിടെ എല്ലാം ലൈംഗിക ഭാവങ്ങളുടെ ഒരു ചൊവ്വ ഈ മൂന്ന് വാക്കുകളിലും ഉണ്ട്, അല്ലെ? ഒരു ഫ്ലേവർ ഇതിനകത്ത് കിടക്കണം. ലൈംഗിക ഭാവങ്ങളിൽ നമ്മൾ മാനസാന്തരപ്പെട്ടോ? ലൈംഗിക ഭാവങ്ങൾ മാത്രമാവണമെന്നില്ല. ഗലാത്യ ലേഖനത്തിൽ 5:19 മുതലുള്ള നമ്മള് വളരെ പരിചിതമായ ഒരു വേദഭാഗം ഉണ്ടല്ലോ, ജഡത്തിന്റെ പ്രവൃത്തികൾ. അവിടുത്തെ ആദ്യത്തെ 3 ആളുകൾ ആരൊക്കെയാണ്? ജഡത്തിന്റെ പ്രവൃത്തികളോ, വർക്ക്സ് ഓഫ് ദ ഫ്ലെഷ്, കണ്ടോ? ആ 3 അണ്ണന്മാരും അവിടെ ഉണ്ട്. അപ്പൊ ഇത് പൗലോസ് ഈ 3 കാര്യം പറഞ്ഞപ്പോൾ അതൊരു ഷോർട്ട് ഹാൻഡ് ആയിരിക്കാം. ഈ വർക്ക്സ് ഓഫ് ദ ഫ്ലെഷ്, ജഡത്തിന്റെ പ്രവൃത്തികളെല്ലാം സൂചിപ്പിക്കാൻ അതിലെ ടോപ്പ് 3 ആൾക്കാരുടെ പേര് വരും. ഇവര് റെപ്രസെന്റ് ചെയ്യുന്ന ടീം. അപ്പൊ അതിനകത്തുള്ള എല്ലാ പ്രവൃത്തിയും വരും, അല്ലെ? വർക്ക്സ് ഓഫ് ദ ഫ്ലെഷ് ഒക്കെ ഒന്ന് വായിച്ചേ. വിഗ്രഹാരാധന നേരത്തെ കണ്ടു. ആഭിചാരം, ബ്ലാക്ക് മാജിക്കിലേക്ക് കയറുകയാണ്. പക, അയ്യോ, പിണക്കം, ക്രോധം, ശാഠ്യം, ഡിവിഷൻസ്, ഭിന്നത, അസൂയ, ഓ, അസൂയയും മദ്യപാനം ഒരുമിച്ച് പറഞ്ഞിരിക്കും, ഒരേ സ്വരത്തിൽ പറഞ്ഞു. നമ്മളാണെങ്കിൽ പറയാം അങ്ങനൊന്നും ചേർക്കാൻ പറ്റില്ല, അസൂയ മദ്യപാനം ഒന്നാണ്, അല്ലേ? അസൂയൊന്നും കുഴപ്പമൊന്നുമില്ല നമ്മുടെ സഭയിൽ. മദ്യപാനം, അല്ലേ? നമ്മൾ അങ്ങനെയാണ് തിരിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷെ ഇതെല്ലാം ജഡത്തിന്റെ, ഇതൊക്കെ നമ്മൾ മാനസാന്തരപ്പെട്ടോ? ഇതിനോടൊക്കെ ഉള്ള നമ്മുടെ മനോഭാവത്തിൽ മാറ്റം വന്നോ? നമ്മൾ മനം തിരിഞ്ഞോ? ഇപ്പം എൻ്റെ ഇതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിന് മാറ്റം വന്നിട്ട് എൻ്റെ ജീവിതത്തിൽ അത് വെളിപ്പെട്ട് വരുന്നുണ്ടോ? സപ്പോസ് നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ പണ്ട് വിചാരിച്ചിരുന്നത് വഴി കൂടെ പോകുമ്പോൾ ഈ പോസ്റ്റിൽ നിന്ന് ഇങ്ങനെ താഴോട്ട് ഒരു കമ്പി ഉണ്ടല്ലോ, അതിലിങ്ങനെ പിടിച്ചു കളിക്കാൻ സുഖമാണ്. നിങ്ങൾ ഒരു ദിവസം കയറി പിടിച്ചപ്പം നല്ല ഷോക്ക് അടിച്ചു. ഷോക്ക് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇനി പിടിക്കുമോ? ജീവിതത്തിൽ ആ പോസ്റ്റിന്റെ 7 പോകത്തില്ല, അല്ലേ? പക്ഷെ നമ്മൾ പാപത്തിന്റെ വിഷയത്തിലാണ് വീണ്ടും പാപമൊക്കെ ചെയ്യാം, അല്ലേ? ഷോക്കടി ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പൊ ഇത് വെറും അറിവാ, അല്ലേ? ചീർത്തു വരുന്ന അറിവാ, മാനസാന്തരമായിട്ടില്ല. അപ്പൊ നമ്മൾ മാനസാന്തരപ്പെടേണ്ടതായിട്ടിരിക്കും, അല്ലേ? നിങ്ങളുടെ മനസ്സ് ഇതിലൊക്കെ എത്തിക്കണം. അപ്പൊ ഒന്നാമതായിട്ട് കണ്ടത് ഫ്രം യുവർ ഐഡൽസ്, വിഗ്രഹത്തിൽ നിന്ന്. രണ്ടാമതായിട്ട് അകൃത്യങ്ങളിൽ നിന്ന്. ഇനി മൂന്നാമതായിട്ട് നമ്മൾ കുറിവാക്യമായിട്ട് വായിച്ച വാക്യം എന്ന് വായിച്ച എബ്രായർ 6:1. എന്തിൽ നിന്ന് മാനസാന്തരപ്പെടണമെന്ന് എബ്രായർകാരൻ പറഞ്ഞിരിക്കുന്നത്? നിർജീവ പ്രവൃത്തികളിൽ നിന്ന് മാനസാന്തരപ്പെടണം. നിങ്ങളൊക്കെ മാനസാന്തരപ്പെട്ടപ്പോൾ നിർജീവ പ്രവൃത്തികളിൽ നിന്ന് മാനസാന്തരപ്പെട്ടോ? എന്താ ഈ നിർജീവ പ്രവൃത്തികൾ? സൽപ്രവർത്തികൾ നമ്മൾ കേട്ടിട്ടുണ്ട്, ദുഷ്പ്രവർത്തികൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇത് മൂന്നാമതൊരു കൂട്ടനാണ്. എന്തുവാ?
നിർജീവ പ്രവൃത്തികൾ. അതെന്തോ നിർജീവ പ്രവൃത്തികൾ? സൽപ്രവൃത്തികൾ, ദുഷ്പ്രവൃത്തികൾ, നിർജീവ പ്രവൃത്തികൾ. നിർജീവ പ്രവൃത്തികൾ എന്ത് ചെയ്യണം? നമ്മള് മാനസാന്തരപ്പെടണം. എന്താ അറിയാ നിർജീവ പ്രവൃത്തികൾ? ആ വാക്കി തന്നെ ഉണ്ട്. ജീവനില്ലാത്ത പ്രവൃത്തികൾ. അതിപ്പോ എന്തുവാ? ജീവൻ എവിടുന്നാ വരുന്നേ? എവിടുന്നാ ജീവൻ വരുന്നേ? നമ്മളിലുണ്ടോ ജീവൻ? രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഭാവിയുടെ ഉള്ളിൽ ജീവനുണ്ടോ? അതോ പാവത്തി മരിച്ചിരിക്കുകയാണോ? പാവത്തി മരിച്ചിരിക്കുക. അപ്പൊ ജീവൻ എവിടുന്നാ വരുന്നത്? ദൈവത്തിൽ നിന്നാ ജീവൻ വരുന്നത്. അപ്പൊ നിർജീവ പ്രവൃത്തി എന്ന് പറഞ്ഞപ്പോ എന്തുവാ? ജീവനില്ലാത്ത പ്രവൃത്തി എന്ന് പറഞ്ഞാൽ എന്തുവാ? ആരില്ലാതെ പ്രവർത്തിക്കുക? ദൈവമില്ലാതെ പ്രവർത്തിക്കുക. അതെന്ത് പ്രവൃത്തിയാണ്? സ്വയത്തിൽ നിന്നുള്ള പ്രവർത്തികൾ. അപ്പൊ ഈ നിർജീവ പ്രവർത്തികൾ ദുഷ്പ്രവൃത്തികളല്ല. നിർജീവ പ്രവർത്തികൾ വേറൊരു വാക്കി പറഞ്ഞാൽ സ്വയനീതിയിലുള്ള പ്രവർത്തികൾ. രക്ഷിക്കപ്പെടുമ്പോൾ പാപം മാത്രം മാനസാന്തരപ്പെട്ടാൽ പോരാ, നമ്മുടെ സ്വന്തം നീതി നമ്മൾ മാനസാന്തരപ്പെടണം. When you get saved, you need to repent not only of your sins but also of your self-righteousness. കർത്താവ് വെറുക്കുന്ന റൈച്ചസ്നെസ് അതാണ് അല്ലെ. നോർമലി we say God loves righteousness, പക്ഷെ ദൈവം വെറുക്കുന്ന ഒരു റൈച്ചസ്നെസ് ഉണ്ട്. എന്താണ്? സെൽഫ് റൈച്ചസ്നെസ്. സ്വയനീതിയെ നമ്മൾ വെറുക്കണം. സ്വയനീതിയെ നമ്മൾ മാനസാന്തരപ്പെടണം. അതിനെ ഞാൻ പണ്ട് കണ്ടതുപോലെ ഇനി കാണാൻ പാടില്ല. നമ്മളൊക്കെ മാനസാന്തരപ്പെട്ടോ? അതോ ഇപ്പോഴും പണ്ട് നിർജീവ പ്രവൃത്തി ചെയ്യാനുള്ള ആ ഒരു ത്വര ഉണ്ടായിരുന്നു. ഇപ്പൊ പിന്നെ പരിശുദ്ധാത്മാവിന്റെ ഒരു ശക്തി ഉണ്ടല്ലോ, പിന്നെ അതിലങ്ങ് ചെയ്യാം. പവർ സോഴ്സ് മാറ്റിയെന്നേ ഉള്ളൂ. പ്രവൃത്തിയുടെ ഉദ്ദേശവും ലക്ഷ്യവും താല്പര്യവും ഒക്കെ ഒന്ന് തന്നെ. എങ്ങനെയും പ്രവൃത്തിയാൽ രക്ഷിക്കപ്പെടണം, പ്രവൃത്തിയാൽ ഒരു നീതി എനിക്കുണ്ടാവണം. വ്യത്യാസം ഒന്നേ ഉള്ളൂ, ഇൻവെർട്ടർ വെച്ചിട്ട് കറണ്ട് പോകത്തില്ല. അതാണോ ക്രിസ്ത്യൻ? പലരുടെയും ക്രിസ്തീയ ജീവിതത്തിനെ കുറിച്ചുള്ള അണ്ടർസ്റ്റാൻഡിങ് ഇതാണ്. പണ്ട് പവർ സോഴ്സ് മോശമായിരുന്നു, ഇപ്പൊ ഇടുക്കിന്ന് കറണ്ട് നമുക്ക് നല്ല ശക്തമായ കറണ്ട് വരുന്നുണ്ട്, പരിശുദ്ധാത്മാവ്. പക്ഷെ പ്രവർത്തിക്കുന്നത് ആരാ? ഞാൻ തന്നെ അല്ലെ. ഞാൻ തന്നെ പ്രവർത്തിക്കുന്നു, ശക്തി ദൈവം തരുന്നു. അതാണ് നിർജീവ പ്രവൃത്തി മാനസാന്തരപ്പെട്ടിട്ടുള്ള കുഴപ്പം. ഫിലിപ്പി ലേഖനം 3:9 എന്ന് വായിച്ചു. ന്യായപ്രമാണത്തിൽ നിന്നുള്ള എന്റെ സ്വന്തം നീതിയല്ല. ന്യായപ്രമാണത്തിൽ നിന്നുള്ള എന്റെ സ്വന്തം നീതിയല്ല. നോട്ട് ദ റൈച്ചസ്നെസ് വിച്ച് ഐ ഗെറ്റ് ഫ്രം ദ ലോ. ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം ത്രൂ ഫെയ്ത്ത് ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ചു. ആ ദൈവം ബിലീവേഴ്സിന് കൊടുക്കുന്ന നീതിയാൽ എനിക്ക് എന്ത് ചെയ്യണം? കർത്താവിനെ കാണണം. അങ്ങനെ ഞാൻ എന്നെ തന്നെ എണ്ണുന്നു എന്നാണ് പിന്നെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് താഴെ പറഞ്ഞിരുന്നത്. ഐ ഫൗണ്ട് everything is lost. Why? Because I want a righteousness not from obeying the law, but a righteousness which is freely given to me by Christ, which He gives to believers. ഇത് നിങ്ങളുടെ സാക്ഷ്യമാണോ? എപ്പോഴുമുള്ള ക്രിസ്തീയ ജീവിതത്തിലെ സാക്ഷ്യം ഇതാണോ? അതോ രക്ഷിക്കപ്പെടുമ്പോൾ മാത്രമേ ഉള്ളൂ ഈ വിഷയം? റോമാലേഖനം 7:18. റോമാലേഖനം 7:18. ഇത് നിങ്ങളുടെ ദൈനംദിന ഏറ്റുപറച്ചിലായിരിക്കണം. ഈ വാക്ക് റോമാലേഖനം 7:18. എന്നിൽ എന്ന് വെച്ചാൽ എന്റെ ജഡത്തിൽ ഒരു നന്മയും ഇല്ല കർത്താവേ. നിങ്ങളെല്ലാരും ഈ വിഷയം ഏറ്റു പറയാറുണ്ടോ? അതോ ഒരു പാപത്തിലൊക്കെ വീണ് കഴിയുമ്പോൾ കർത്താവ് പറയുകയാണ്, നീ ഇങ്ങനെ നടന്നാൽ പോരാ, ശരി കർത്താവ്, ഞാൻ കുറച്ചുകൂടെ ഒന്നാണ് എൻ്റെ ഒരു തീരുമാനവും അല്ലെ. ന്യൂ ഇയർ വരാൻ പോവാണ്, ചാടി പിടിച്ച് എല്ലാവരും എന്തോ ചെയ്യും? ന്യൂ ഇയർ റെസൊല്യൂഷൻ. എന്താ അത് പ്രൂവ് ചെയ്യുന്നത്? സ്വയം നീതി. എന്റെ തീരുമാനം കൊണ്ട് അങ്ങോട്ട് ഇപ്പൊ നടക്കാൻ പോവാ. എന്നിൽ എന്റെ ജഡത്തിൽ ഒരു നന്മയുമില്ല, ഒരു നന്മയുമില്ല. ഇത് നമ്മുടെ ഡെയിലി കൺഫെഷൻ. അപ്പോസ്തലൻ പറയുകയാണ്, എനിക്ക് നല്ലതൊക്കെ ചെയ്യണമെന്ന്, പക്ഷെ പലപ്പോഴും പറ്റാറില്ല. കാരണം എന്താ? എന്റെ ജഡത്തിൽ ഒരു നന്മയില്ല. അതുകൊണ്ടാണ് അവൻ പറഞ്ഞത്, എന്റെ നീതി അനുസരണത്താൽ എനിക്ക് ലഭിക്കുന്ന നീതി ഒന്നും എനിക്ക് വേണ്ട, എനിക്ക് കടം തരുന്ന നീതി മതി അല്ലേ. അപ്പൊ നമ്മൾ നമ്മുടെ സ്വയനീതിയിൽ നിന്ന് മാനസാന്തരപ്പെട്ടിട്ടുണ്ടോ? അപ്പൊ what should we repent from? From our idols, from our transgressions, from our self-righteousness. അല്ലേ? വിഗ്രഹത്തിൽ നിന്ന്, അകൃത്യങ്ങളിൽ നിന്ന്, നിർജീവ പ്രവർത്തികൾ, അതായത്
സ്വന്തം നിർമ്മിതമായ പ്രവൃത്തികൾ, അതിൽ നിന്നെല്ലാം നമ്മൾ മാനസാന്തരപ്പെടേണ്ടത്. എന്തിലേക്കാണ് മാനസാന്തരപ്പെടേണ്ടത്? ദാറ്റ് ഈസ് ദ തേർഡ് തിങ്, കറക്ഷൻ, അല്ലെ? ഗുണീകരണം. എന്തിലേക്ക് ഞാൻ പോകണം? വാട്ട് ഷുഡ് ഐ റിപ്പന്റ് ടു? അല്ലെ? അപ്പോസ്തല പ്രവൃത്തികൾ 26-20 നമ്മൾ ആദ്യം വായിച്ചു, അല്ലെ? യഹൂദന്മാരോടും ജാതികളോടും അപ്പോസ്തലൻ പറയാണ്, ഞാൻ പ്രസംഗിച്ചത് ഒരേ മെസ്സേജ് ആയിരുന്നു, നിങ്ങൾ മനസ്സ് തിരിഞ്ഞ് ദൈവത്തിലേക്ക് തിരിയണം. യു ഷുഡ് റിപ്പന്റ് ആൻഡ് ടേൺ ടു ഗോഡ്. ദൈവത്തിലേക്ക് തിരിയണം. അപ്പോസ്തല പ്രവൃത്തികൾ 20-21 അപ്പോസ്തലൻ വായിക്കേണ്ട ആവശ്യമില്ല. അപ്പോസ്തലൻ അത് തന്നെയാണ് പറയുന്നത്. Whether it is Jews or Greek, I preach the same message, repentance to God and faith in Jesus Christ. എപ്പോഴും റിപ്പന്റൻസിന്റെ ലക്ഷ്യം എപ്പോഴും ദൈവമാണ്. ദൈവത്തിലേക്ക് തിരിയുക. എന്താ ഈ ദൈവത്തിലേക്ക് തിരിയുക എന്ന് പറഞ്ഞാൽ? സഭയിൽ പോകാൻ തുടങ്ങി, അതാണോ? പള്ളിയിലൊക്കെ പോകാൻ തുടങ്ങി, ബൈബിളൊക്കെ വായിക്കാൻ തുടങ്ങി, അതെല്ലാം നേരത്തെ പറഞ്ഞല്ല, അകത്തെ മനുഷ്യന്റെ കാര്യമല്ല, പുറത്തെ മനുഷ്യന്റെ കാര്യമല്ല. പള്ളിയിലൊക്കെ പോയി ശുശ്രൂഷ ചെയ്തവൻ പോലും അവസാനം എത്തത്തില്ലെന്ന് കർത്താവ് പറഞ്ഞു, അല്ലേ? വലിയ അത്ഭുതം പറയാതെ നമ്മളൊന്നും അതുപോലും ആയിട്ടില്ല, അവൻ പോലും അവിടെ എത്തത്തില്ല. അപ്പൊ ബാഹ്യമായ കാര്യമല്ല. വാട്ട് ഡസ് ഇറ്റ് മീൻ ടു ടേൺ ടു ഗോഡ്? ദൈവത്തിലേക്ക് തിരിയുക എന്ന് പറഞ്ഞത്. ഇതുവരെ നമ്മളെ ഈ വിഗ്രഹത്തിലും പാപത്തിലും ഒക്കെ കണ്ടുകൊണ്ടിരുന്ന കാര്യങ്ങൾ നമ്മൾ എവിടെ കാണണം? ദൈവത്തിൽ കാണണം, അല്ലേ? ഞാനിങ്ങനെ പറയാറുണ്ട്, ഹൗ കൻ ഐ ഫൈൻഡ് ഇഫ് ഐ ഹാവ് എൻ ഐഡൽ? എന്റെ ഐഡൽ ഏതാന്ന് എങ്ങനെ അറിയാൻ പറ്റും? എങ്ങനെ അറിയാൻ പറ്റും അറിയോ? 3-4 ചോദ്യങ്ങൾ ചോദിച്ചാൽ. വേർ ഡു യു ഫൈൻഡ് യുവർ ഐഡന്റിറ്റി? ഞാൻ ആരാണെന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾ ഇവിടെ സഭയെ വെച്ച് ഭയങ്കര ഭക്തിപരമായ റിപ്ലൈ കിട്ടും. ഒറ്റയ്ക്കിരുന്ന് ആലോചിച്ചു, ഞാൻ ആരാണെന്ന് എവിടാണ് ഞാൻ ഉത്തരം കണ്ടെത്തുന്നത്? എവിടാണ് എനിക്ക് ഞാനായി? അതെന്തിനാ നിങ്ങൾ കാണുന്നത്? എനിക്ക് മറ്റേ പുള്ളിയെ അറിയാം, ഞാൻ നല്ല ഒരാളെ കല്യാണം കഴിച്ചു, ഈ കുടുംബത്തിന്റെ ഭാഗമായി, ഇത്ര പൈസ എനിക്കുണ്ട്, ബാങ്ക് ബാലൻസ്, അല്ലെ? ഞാൻ ആരാണെന്നുള്ള ചോദ്യം നിങ്ങൾ എവിടെ, എന്ത് വ്യക്തിയിലാണ്, വസ്തുവിലാണ് അതിന്റെ ഉത്തരം കണ്ടെത്തുന്നത്? അതാണ് നിങ്ങളുടെ വിഗ്രഹം. ഇനി വാട്ട് ഈസ് മൈ സിഗ്നിഫിക്കൻസ്? എനിക്ക് മാനം, എനിക്ക് മതിപ്പ് തരുന്നത് എന്താണ്? ഞാൻ ഒരു കൊള്ളാവുന്ന ആളാണ് എന്ന് പറയുന്നത് എന്താണ് നിങ്ങളുടെ ഉത്തരം? അല്ലേ? നിങ്ങൾ ലജ്ജ മറയ്ക്കാൻ ഉപയോഗിക്കുന്ന ഫിഗ് ലീവ്സ് എന്താണ്? അതാണ് ചോദിക്കുന്നത്. വേർ ഡു ഐ ഫൈൻഡ് മൈ സെക്യൂരിറ്റി? എന്റെ സംരക്ഷണം, അല്ലേ? മലയാളത്തില് സുരക്ഷ ഞാൻ എവിടെയാണ് കണ്ടെത്തുന്നത്? വേർ ഡു ഐ ഫൈൻഡ് മൈ ജോയ്? ആത്യന്തികമായിട്ട് ഞാൻ സന്തോഷം കണ്ടെത്തുന്നതാണ്. ഈ 4 ചോദ്യങ്ങൾ ചോദിച്ചാൽ മതി, അപ്പൊ റിസൾട്ട് കിട്ടും നമ്മുടെ വിഗ്രഹം ഏതാണെന്ന്, അല്ലേ? അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു വസ്തു നീങ്ങിപ്പോയോ ഇതെല്ലാം നഷ്ടപ്പെടുമെന്ന് ഓർക്കുമ്പോഴാണ് നമുക്ക് എന്ത് വരുന്നത്? വിഷാദ രോഗം വരുന്നത്. അതായത് ഡിപ്രഷൻ വരുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാം. ഒരു വ്യക്തി ജീവിതത്തിൽ നിന്ന് പോയപ്പോൾ അങ്ങ് കരഞ്ഞു പോകാൻ എന്തോ ഈ വ്യക്തിക്ക് എന്തായിരുന്നു? ഇതിലായിരുന്നു എന്റെ ഐഡന്റിറ്റി, എന്റെ സിഗ്നിഫിക്കൻസ്, എന്റെ സെക്യൂരിറ്റി, എന്റെ ജോയ്. അല്ലാതെ ഒരു വ്യക്തി പോയതിന്റെ ദുഃഖം മാത്രമല്ല, വിയോഗമല്ല. ഈ മെൻ സോ മച്ച് ഫോർ മീ, അല്ലേ? അപ്പോ ഇതെല്ലാം ഞാൻ മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് തിരിയാന്ന് പറഞ്ഞ എന്താണ്? ഈ വസ്തുതകളൊക്കെ എന്റെ ഹൃദയം ഇനി മുതൽ ദൈവത്തിൽ കണ്ടെത്തണം. അപ്പൊ അതിന് ഒരു സിമ്പിൾ സെന്റൻസ് ഞാൻ പഠിപ്പിച്ചു തരാം. ദിസ് ഇസ് ഹൗ ഐ പ്രീച്ച് ടു മൈ സെൽഫ്. ഓക്കെ, അത് 10 വർഷം മുമ്പ് എനിക്ക് വിഷാദ രോഗം വന്ന് ഞാൻ കുറെ നാള് റൂമിനകത്ത് അടച്ചിരുന്ന ഒരു സംഭവം. അന്ന് എന്നെ ദൈവം പഠിപ്പിച്ചിട്ട് ഒരു സെന്റൻസ്, സിമ്പിൾ സെന്റൻസ്. I am a child of God, dearly loved by the Father in Christ Jesus forever. അപ്പൊ എന്താണ് എന്റെ ഐഡന്റിറ്റി? ഞാൻ ആരാണ്? I am a child of God. ഞാനൊരു ദൈവ പൈതലാണ്. What is my significance? I am dearly loved by the Father. എനിക്ക് മതിപ്പ് വരുന്നത് എന്താണ്? എന്നെ പിതാവ് എപ്പോഴും സ്നേഹിക്കും. പിതാവിനെ പിതാവ് ഒരു കാര്യം ചെയ്യുന്നതിലാണ് എന്റെ മതിപ്പ്, അല്ലെ? ഇനി വാട്ട് ഈസ് മൈ സെക്യൂരിറ്റി? ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിലാണ് ഞാൻ ഇരിക്കുന്നത്, അതാണ് എൻ്റെ സുരക്ഷ. ഇനി എന്താണ് എൻ്റെ സന്തോഷം? ദിസ് ഈസ് ഫോർ എവർ, അൺബ്രേക്കബിൾ. ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാത്ത ഒരു വസ്തു. അപ്പോൾ നമ്മുടെ ഹൃദയത്തോട് നമ്മൾ പ്രസംഗിക്കണം, കൗൺസൽ ചെയ്യണം നമ്മുടെ ഹൃദയത്തോട്. ബുദ്ധി, ഞാൻ എൻ്റെ ഹൃദയത്തിന് ബുദ്ധി ഉപദേശിക്കുന്നതൊക്കെ 16-ാം സങ്കീർത്തനത്തിൽ പറയുന്നു. ഞാൻ ഉറങ്ങുമ്പോൾ രാത്രിയും എൻ്റെ ഹൃദയം എൻ്റെ ബുദ്ധി ഉപദേശിക്കുന്നു. നിങ്ങൾക്ക് ഡിപ്രഷൻ വരുമ്പോഴും, സങ്കടം വരുമ്പോഴും, സ്ട്രെസ് വരുമ്പോഴും, when you are tempted to idolize something, വിഗ്രഹാരാധന നടത്താൻ നിങ്ങളുടെ ഹൃദയത്തെ പ്രേരിപ്പിക്കുമ്പോഴും പ്രലോഭിക്കുമ്പോഴും എന്ത് പറയണമെന്ന് അറിയോ? ഇത് നിങ്ങൾ ഏറ്റു പറയും.
I'm a child of God, dearly loved by the Father in Christ Jesus forever. ഇത് മന്ത്രമല്ല കേട്ടോ, ഇത് മനസ്സിലാക്കി വിശ്വാസത്തോടെ പറയണം. അപ്പോൾ യു ഹാവ് ടേൺ ടു ഗോഡ്. അല്ലേ? ഇവിടെ സമയം വളരെ വേഗത്തിൽ കടന്നു പോകുന്നു. ഒരു കാര്യം കൂടെ നോക്കട്ടെ. ഇവിടെ എല്ലാം പറഞ്ഞു വരുന്നു, ഇത്രയേ ഉള്ളൂ. എന്ത് വേണം പറയാം നമ്മുടെ ഹൃദയത്തിന്? വിശ്രമം. ബിഗസ്റ്റ് സ്ട്രഗിൾ ഇൻ മോസ്റ്റ് പീപ്പിൾസ് ലൈഫ്. ഞാൻ പ്രത്യേകിച്ച് എൻ്റെ ശുശ്രൂഷയിലും എൻ്റെ അനുഭവത്തിലും എൻ്റെ ശുശ്രൂഷയിലും ഞാൻ മനസ്സിലാക്കുന്നതാണ്, വിശ്വാസികൾക്ക് ഏറ്റവും പ്രയാസം, അവർക്ക് പകർന്നു കൊടുക്കാൻ ഏറ്റവും പ്രയാസമുൾപ്പെട്ട ഒരു വിഷയം ഇതാണ്, റെസ്റ്റ്. കാരണം ക്രിസ്തീയ ജീവിതം ജീവിക്കട്ടെ എങ്ങനെയാണ്? ഇറ്റ്സ് ഫ്രം എ പോസ്ചർ ഓഫ് റെസ്റ്റ്. നമ്മൾ ക്രിസ്തുവിൽ വിശ്രമിച്ച് ജീവിക്കേണ്ട ഒരു ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. അല്ലാതെ അവൻ ബലം തരുന്നു ഞാൻ അങ്ങോട്ട് പോയി ചെയ്യുന്നു, അത് തെറ്റായ കോൺസെപ്റ്റാണ്. അത് പ്രവൃത്തി. എന്റെ ജഡത്തിൽ ഒരു നന്മയില്ല, ഇനി നീ വന്ന് എന്നിൽ വസിക്കണം. എബ്രായർ 3-4 എടുത്ത് വായിച്ച് പഠിക്കുന്നു. സമയമില്ല ഇപ്പോൾ. There is the promise of rest. അല്ലേ? നമ്മുടെ എന്താ ഇളയപ്പാർദ്ധ. അല്ലേ? You have to enter that rest by faith. കാരണം മരുഭൂമിയിലെ ജനം വിശ്വസിക്കാത്തതുകൊണ്ട് അവർ അതിൽ കയറിയില്ല. അല്ലെ? അവർക്കും ഒരു സുവിശേഷം കേൾപ്പിച്ചു, പക്ഷെ അവർ വിശ്വാസത്തോടെ ആ വചനം കേൾക്കാത്തതുകൊണ്ട് അവർ ആ സ്വസ്ഥതയിൽ, ആ വിശ്രമത്തിൽ കയറിയില്ല. നമ്മൾ കയറും എങ്ങനെ? വിശ്വസിച്ചാൽ. അല്ലെ? എബ്രായർ 4 ഒരു വാക്യം നമുക്ക് വായിക്കാം. എബ്രായർ 4:10 വാക്യം. ദൈവം തന്റെ പ്രവൃത്തികളിൽ നിന്നെന്ന പോലെ. ഒരു മിനിറ്റ്. ദൈവം തന്റെ പ്രവൃത്തികളിൽ നിന്നെന്ന പോലെ എന്ന് പറഞ്ഞാൽ ശബത്ത് ദിവസം നമുക്ക് എല്ലാവർക്കും അറിയാലോ. ഒന്നാം ജനസിസ് അല്ലെ, ഉൽപ്പത്തിയിൽ കർത്താവ് എല്ലാ പ്രവൃത്തിയും ചെയ്തിട്ട് 7-ാം ദിവസം എന്ത് ചെയ്തു? വിശ്രമിച്ചു. ദൈവം തന്റെ പ്രവൃത്തികളിൽ നിന്ന് വിശ്രമിച്ചു. വായിച്ചേട്ടെ. അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിച്ചവൻ താനും തന്റെ പ്രവൃത്തികളിൽ നിന്ന് നിരോധനായി. താനും തന്റെ പ്രവൃത്തികളൊക്കെ നിർത്തി തുടങ്ങി. കേട്ടോ, അതാണ് റെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ യു ആർ നോട്ട് വർക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാതെ ക്രിസ്തീയ ജീവിതം ഉറങ്ങുന്നല്ല. ഇത് ആത്മീയ അർത്ഥത്തിൽ മനസ്സിലാക്കണം. ഐ എം റെസ്റ്റിംഗ് ഇൻ ഹിം. ഞാൻ അവനിൽ വസിക്കുകയും അവൻ എന്നിൽ വസിച്ച് എന്നിലൂടെ ഉളവാക്കുന്നതാണ് ക്രിസ്തീയ ജീവിതം. അതിനാണ് പരിശുദ്ധാത്മാവിനാൽ നിറയേണ്ടത്, അല്ലാതെ പവർ സോഴ്സ് മാത്രമല്ല. നോ ലോങ്ങർ ഐ ബട്ട് ക്രൈസ്റ്റ് ഹു ലിവ്സ് ഇൻ മീ. ഇനി മുതൽ ഞാനല്ല, ക്രിസ്തു അത്ര എന്നിൽ വാഴുന്നത്. അപ്പൊ ഞാനവിടെ പോയി, ഞാൻ അവനിൽ വിശ്രമിക്കുകയാണ്. ആ വിശ്രമത്തിൽ നിന്ന് ഉളവാകുന്ന ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. അതുകൊണ്ടാണ് മത്തായി 15:28 കർത്താവ് പറഞ്ഞത്, ഭാരം ചുമക്കുന്നവരും അധ്വാനിക്കുന്നവരും പണിയൊക്കെ നിർത്തിയിട്ട് വാ, വിശ്രമിക്കാം. നമ്മുടെ ക്രിസ്തീയ ജീവിതം ജീവിക്കട്ടെ, വിശ്രമത്തിലാണ് ജീവിക്കേണ്ടത്. അപ്പോൾ എന്തിലേക്കാണ് ഞാൻ മാനസാന്തരപ്പെടേണ്ടത്? ടു റെസ്റ്റ് ഇൻ ഗോഡ്. എന്റെ ഉള്ളത്തിലെ സെക്യൂരിറ്റി വേണം, ഐഡന്റിറ്റി വേണം, സിഗ്നിഫിക്കൻസ് വേണം എന്നുള്ള ഈ വെമ്പലിനൊക്കെ ഉത്തരം കിട്ടി ഞാൻ വിശ്രമിക്കുകയാണ് കർത്താവ്. യെശയ്യാവ് 30:15. ഇസ്രായേലിന്റെ പരിശുദ്ധനായി യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, മനം തിരിഞ്ഞ് അടങ്ങിയിരുന്നാൽ നിങ്ങൾ രക്ഷിക്കപ്പെടും. മനം തിരിഞ്ഞ് അടങ്ങിയിരുന്നാൽ നിങ്ങൾ രക്ഷിക്കപ്പെടും. വിശ്രമിക്കുന്നതിലും ആശ്രയിക്കുന്നതിലും നിങ്ങളുടെ ബലം. വിശ്രമിക്കുന്നതിലും ആശ്രയിക്കുന്നതിലും നിങ്ങളുടെ ബലം. ക്വയറ്റ്നസ് ആൻഡ് ട്രസ്റ്റ് ഈസ് യുവർ സ്ട്രെങ്ത്. ഇതായിരിക്കണം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ കുറിവാക്യം. ഇൻ റിട്ടേണിംഗ് or in repenting and in rest is your salvation. ഇതിലേക്കാണ് നമ്മൾ തിരിയുന്നത്. അവസാനമായിട്ട് how can I repent? എങ്ങനെ റിപ്പന്റ് ചെയ്യാൻ പറ്റും? വളരെ വേഗത്തിൽ 3 വാക്യങ്ങൾ. ഓക്കെ, എങ്ങനെ റിപ്പന്റ് ചെയ്യാൻ പറ്റും? 2 തിമോത്തി ഇവിടെ എടുത്ത് വായിക്കുന്നില്ല. 2 തിമോത്തി 2:25 പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഈസ് ഗോഡ് ഹു ഗ്രാൻസ് റിപ്പന്റൻസ്. അല്ലെ? അപ്പോസ്തല പ്രവൃത്തികൾ 11:18 അവർ പറഞ്ഞിരിക്കുന്നത് ദൈവം ജാതികൾക്ക് മാനസാന്തരം എന്ന വരം നൽകിയിരിക്കുന്നു. അപ്പൊ ദൈവം തരണം ഈ മാനസാന്തരം, അല്ലെ എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയതല്ല. പക്ഷെ അപ്പൊ ദൈവം എങ്ങനെയാ തരുന്നേ? ദൈവം എങ്ങനെയാ എനിക്ക് മാനസാന്തരം തരുന്നേ? റോമാലേഖനം 2:4 വാക്യം. ദൈവം എങ്ങനെയാ നമുക്ക് മാനസാന്തരം തരുന്നത്? ദൈവത്തിന്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്ന് അറിയാതെ നീ അവന്റെ ദയ, ക്ഷമ, ദീർഘശാന്തി എന്നിവയുടെ ഐശ്വര്യം നിരസിക്കുന്നു. ദൈവം നമ്മളോട് കാണിക്കുന്ന എന്തൊക്കെയാ? ദയ, ദീർഘശാന്തി, ഒരു കാര്യം കൂടെ പറഞ്ഞല്ലോ, ക്ഷമ. ഈ ദൈവം തന്റെ നന്മയെല്ലാം കാണിക്കുമ്പോൾ നമുക്ക് എന്തുളവാകും? എന്തുളവാകണം? 2:4
Don't you know that the kindness of God produces repentance? When was the last time you all experienced kindness of God? എന്നായിരുന്നു അവസാനം? ഇന്ന് സാക്ഷ്യം പറഞ്ഞവരൊക്കെ ഉണ്ട്. ദൈവത്തിന്റെ ദയ അനുഭവിച്ചപ്പം ഇതുണ്ടായോ? Did it produce repentance? എങ്ങനെയാ ദൈവത്തിന്റെ ദയ നമുക്ക് റിപ്പന്റൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ദൈവത്തിന്റെ ദയ അനുഭവിച്ചു, എനിക്ക് മാനസാന്തരം ഉണ്ടായി. അതെങ്ങനെ? അല്ലേ, നമുക്കൊരാളുടെ കഥ അറിയാലോ. പെരുത്ത മീൻകൂട്ടം കിട്ടിയ പത്രോസ് കരഞ്ഞു പറഞ്ഞ ആ ഒരു ഭാവിയാണെന്ന്. അല്ലാതെ അഭിവൃദ്ധിയുടെ സുവിശേഷം ശരിയായി കേട്ടോ എന്നല്ല പറഞ്ഞത്. അല്ലെ, ജീസസ് വാണ്ട്സ് ടു മേക്ക് യു ഓൾ എ ബിഗ് ഫിഷർമാൻ എന്നല്ല പറഞ്ഞു. അവന് പാപബോധം ഉണ്ടായി. കൈൻഡ്നെസ് ഓഫ് ഗോഡ് പ്രൊഡ്യൂസ്ഡ് ഇൻ റിപ്പന്റൻസ്. എങ്ങനെ? 2 Corinthians 7 verse 9 to 11. നിങ്ങൾ ദുഃഖിച്ചതിനാലല്ല, മാനസാന്തരത്തിനായി ദുഃഖിച്ചതിനാൽ അത്രേ നിങ്ങൾക്ക് ഞങ്ങളാൽ ഒന്നിനും ഛേദം വരാതെ വണ്ണം ദൈവഹിതപ്രകാരമല്ലോ നിങ്ങൾ ദുഃഖിച്ചത്. ദൈവഹിതപ്രകാരം നിങ്ങൾ ദുഃഖിച്ചു. പറഞ്ഞിട്ട് ബാക്കി വായിച്ചാൽ ദൈവഹിതപ്രകാരമുള്ള ദുഃഖം അനുതാപം വരാത്ത മാനസാന്തരത്തെ രക്ഷയ്ക്കായി ഉളവാക്കും. Godly sorrow produces repentance without regret and it leads to salvation. അല്ലേ? എന്നാൽ ലോകപ്രകാരം ദുഃഖം മരണത്തെ ഉളവാക്കുന്നു. ലൗകിക ദുഃഖം മരണത്തെ ഉളവാക്കുന്നു. ബാക്കി പിന്നെ വായിക്കാം. ഓക്കെ, അപ്പൊ ഗോഡ്ലി സോറോ പ്രൊഡ്യൂസസ് റിപ്പന്റൻസ്. അപ്പൊ ദൈവത്തിന്റെ കൈൻഡ്നെസ് അനുഭവിച്ചപ്പോൾ, ദൈവത്തിന്റെ ദയ അനുഭവിച്ചപ്പോൾ ശരിയായ ദുഃഖം വന്നു. ആ ദുഃഖം അനുതാപമില്ലാത്ത മാനസാന്തരത്തിലേക്ക് നയിക്കും. ഇതിന്റെ കണക്ഷൻ മനസ്സിലാവുന്നുണ്ടോ? വേൾഡ്ലി സോറോ എന്തോ? അപ്പം ലൗകിക ദുഃഖം, പാപത്തെ സംബന്ധിച്ചുള്ള ലോകത്തിന്റെ ദുഃഖം എന്തോ? അയ്യോ, ഞാൻ ഈ പാപമൊക്കെ ചെയ്തല്ലോ. എല്ലാവർക്കും ആ ഒരു മാനുഷികമായ ഒരു നാണക്കേടുണ്ടായോ, ഞാൻ ഇതൊക്കെ ചെയ്തല്ലോ, അല്ലെ? എന്നാൽ അതല്ല ദൈവപ്രകാരം അല്ലെങ്കിൽ ദൈവഹിതപ്രകാരമുള്ള ദുഃഖം. ദൈവഹിതപ്രകാരമുള്ള ദുഃഖം എന്താണെന്നറിയാമോ? ഇത്രയും ദയാലുവായ ദൈവത്തിനെതിരെ ഞാൻ പാപം ചെയ്തല്ലോ, അല്ലേ? നമ്മളിപ്പോ ഒരാൾക്കിട്ട് കുറെ കുത്തും ചവിട്ടുമോ കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് അയാൾ കാരണമാണ് നമ്മുടെ കുടുംബം ജീവിച്ചു പോകുന്നത്. നിങ്ങൾക്ക് ദുഃഖം വരുമോ? അനുതാപം അല്ലെങ്കിൽ മാനസാന്തരം വരുമോ? See how God's kindness produces repentance. When we taste God's kindness, we feel sorrow over the ways in which we have treated this kind God. ഇത്രയും ദയയുള്ള ദീർഘക്ഷമയുള്ള ദൈവത്തെ ഞാൻ ഇങ്ങനെയാണല്ലോ ട്രീറ്റ് ചെയ്തതെന്ന് ഓർക്കുമ്പോൾ ദൈവഹിതപ്രകാരമുള്ള ദുഃഖം ഉണ്ടായി. അപ്പൊ നമ്മൾ ഈ മാനസാന്തരപ്പെട്ടെന്നൊക്കെ പറഞ്ഞല്ലോ, ഈ ദുഃഖമാണോ അതോ ഞാൻ ഈ പാപമൊക്കെ ചെയ്തത് മോശമായി, അതെന്റെ സ്വന്തം താല്പര്യത്തിൽ നിന്ന് വരുന്ന ഞാനൊന്നും ഇത്രയൊന്നും തരം താരം എന്നെ കുറിച്ചുള്ള വലിയ ചിന്തയിൽ നിന്നുളവായതാണ് ലൗകിക ദുഃഖം, അല്ലേ? ഞാൻ വലിയ ആളാണെന്നുള്ള എന്റെ ചിന്തയിൽ നിന്ന്. അപ്പൊ ദൈവത്തിന്റെ ദയ അനുഭവിച്ചപ്പോൾ മാനസാന്തരം ഉണ്ടായോ? ഒരു വാക്യം കൂടെ വായിക്കാം. മത്തായി 11:20-24. 20 മുതൽ 24. പിന്നെ അവൻ തന്റെ വീര്യപ്രവൃത്തികൾ മിക്കതും നടന്ന പട്ടണം മാനസാന്തരപ്പെടാൻ അവരെ ശാസിച്ചു തുടങ്ങി അല്ലെങ്കിൽ ശപിച്ചു തുടങ്ങി എന്ന് തന്നെ പറയാം. എന്തുകൊണ്ടാ ഈ പട്ടണങ്ങളെയൊക്കെ ശപിച്ച്? അവിടെ എല്ലാം താൻ മിറക്കിൾസ് നടത്തി, അല്ലെ? He did miracles in those cities, but they did not repent. So what did he do? He started condemning all those cities, അല്ലെ? അടുത്ത വാക്യങ്ങൾ വായിച്ചു. ഇവരിൽ നടന്ന വീര്യപ്രവൃത്തികൾ സോറിലും സീതോനിലും നടന്നിരുന്നുവെങ്കിൽ അവർ പണ്ട് തന്നെ മാനസാന്തരപ്പെടുമായിരുന്നു. നിങ്ങളെ കുറിച്ച് ദൈവം എങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ തോന്നും? നിന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത നന്മയെല്ലാം, ഇപ്പൊ എന്നോട് ദൈവം പറയാണ്, നിന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത നന്മയെല്ലാം ഞാൻ അഖിലിന്റെ ജീവിതത്തിൽ ചെയ്തിരുന്നെങ്കിൽ അഖിലൊക്കെ എന്നെ ലോകം കീഴ്മേൽ മറിക്കുന്ന അപ്പോസ്തലനായ നിന്റെ ജീവിതത്തിൽ ചെയ്തിട്ട് മന്ദഗതിയിലാണ് നീ പോകുന്നത് എന്ന് നമ്മളെ കുറിച്ച് പറഞ്ഞാൽ എന്താകും സ്ഥിതി? കർത്താവ് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് ആനുപാതികമായ വളർച്ച നമ്മളിൽ ഉണ്ടോ എന്നാ ആ ചോദ്യത്തിന്റെ അർത്ഥം, അല്ലേ? വർഷങ്ങളായിട്ട് മിറക്കിളോടെ മിറക്കിള് വളർച്ച. ജാപ്പനീസ് ബോൺസായി ആയിട്ട് നിൽക്കുകയും അങ്ങോട്ട് കൊടുക്കുന്നത് ഹെവൻലി ഫെർട്ടിലൈസേഴ്സ്. ബോൺസായി എന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി. നമ്മുടെ ജീവിതത്തിലെ മിറക്കിൾസ് ഒക്കെ ഒന്ന് ചിന്തിച്ച്, all the miracles God has done.
അതിനാനുപാതികമായി മാനസാന്തരവും വളർച്ചയും നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടോ? ദൈവത്തിന്റെ ദയക്കുള്ള മറുപടി എന്താണ്? മാനസാന്തരം. അതാണ് ദയ മനസ്സിലാക്കി എന്നുള്ളതിന്റെ അർത്ഥം. ഒരു കാര്യം ഞാൻ വെറുതെ പറയാം, നമുക്ക് വാക്യങ്ങൾ വായിക്കാൻ സമയമില്ല. There should be an urgency to repent. ഇപ്പൊ മാനസാന്തരപ്പെടണം. ദൈവം എന്നോട് കരുണ കാണിക്കാൻ, എന്നോട് ദയ കാണിക്കുകയാണെങ്കിൽ ഞാൻ ഇപ്പൊ പിന്നീട് ഒരവസരത്തിൽ ചിലപ്പോൾ പറ്റണമെന്നില്ല. എബ്രായർ 6 തന്നെ അത് പറയുന്നുണ്ട്. എബ്രായർ 11-ലും 12-ലും അത് പറയുന്നു. നമ്മുടെ ഏശാവിന്റെ കാര്യത്തിൽ പറഞ്ഞു, പിന്നീട് അവൻ കരഞ്ഞിട്ടൊന്നും ഒരു ഗുണമില്ല, അല്ലേ? അതുകൊണ്ട് ഇപ്പോൾ മാനസാന്തരം. വെളിപ്പാട് 3:19 നമ്മൾ എന്താ വായിച്ചേ? ജാഗ്രതയോടെ മാനസാന്തരം, അല്ലെങ്കിൽ ഉത്സാഹത്തോടെ, be zealous and repent, അല്ലേ? അപ്പൊ നമ്മൾ എന്തൊക്കെ കണ്ടു? വാട്ട് ഈസ് റിപ്പന്റൻസ്? A changed mind leading to a changed life, അല്ലേ? മനസ്സിൽ രൂപാന്തരം ഉണ്ടായിട്ട് അതൊക്കെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരണം. എന്തിൽ നിന്ന് മാനസാന്തരപ്പെടണം? വിഗ്രഹങ്ങളിൽ നിന്നും, അകൃത്യങ്ങളിൽ നിന്നും, സ്വയനീതിയിൽ ചെയ്ത ജീവനില്ലാത്ത പ്രവർത്തികളിൽ നിന്നും. എന്തിലേക്ക് നമ്മൾ മനസ്സ് തിരിയണം? ദൈവത്തിലേക്ക് മനസ്സ് തിരിയണം. എങ്ങനെ മനസ്സ് തിരിയണം? എങ്ങനെ തിരിയണം? എൻ്റെ ഹൃദയത്തിന്റെ എല്ലാ എൻ്റെ ഹൃദയത്തിന്റെ എല്ലാ ആവശ്യങ്ങളുടെയും പൂർത്തീകരണം ഞാൻ ദൈവത്തിൽ കാണും. ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കണം. അവനിൽ വിശ്രമിച്ചു ജീവിക്കണം. എങ്ങനെ ദൈവം നമ്മളിൽ മാനസാന്തരം ഉളവാക്കുന്നേ? അവൻ ദയ കാണിക്കും. നമ്മുടെയൊക്കെ വിചാരം അവൻ കല്ലെറിഞ്ഞും പേടിപ്പിച്ചും നരകത്തെക്കുറിച്ചൊരു ദർശനമൊക്കെ തന്നാണ്. ദൈവം ഷോസ് കൈൻഡ്നെസ് ടുവേർഡ്സ് us. ദൈവം ദയ കാണിച്ചാൽ നമ്മുടെ ഉള്ളിൽ മാനസാന്തരം ഉളവാക്കുന്നത്. പക്ഷെ ആ ദയ നമ്മൾ കിട്ടി, കർത്താവ് സ്തോത്രം എന്ന് പറഞ്ഞെങ്കിൽ പോയല്ല വേണ്ടത്, മാനസാന്തരം. കർത്താവ് ഇത്രയും നന്മ നീ എന്നോട് ചെയ്യുമ്പോൾ ഞാൻ നിന്നെ വേദനിപ്പിക്കുവാൻ പാടില്ല. ശരി, നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. ഉത്സാഹത്തോടെ മാനസാന്തരപ്പെടുക. ഒരു നിമിഷം എല്ലാവരും കണ്ണുകളടച്ച് കേട്ട വചനം ഒന്ന് ധ്യാനിച്ച്, പരിശുദ്ധാത്മാവ് എന്തെങ്കിലും നിങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ അതിനോട് പ്രതികരിച്ച് ആത്മാവ് നയിക്കുന്നത് പോലെ ആർക്ക് വേണേലും പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം.